ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 1700കളുടെ തുടക്കത്തിലേക്ക്, കടൽക്കൊള്ളയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോകുന്നു. കരീബിയനിൽ ചൂടുവെള്ളം തിളയ്ക്കുന്നു, പക്ഷേ അപകടം തലയ്ക്ക് തൊട്ടുതാഴെയായി തിളച്ചുമറിയുന്നു. പീരങ്കി വെടിവെപ്പുകളുടെയും മരത്തടികളുടെ പൊട്ടിത്തെളിയുടെയും നീല ചക്രവാളങ്ങളിൽ ചുരുളഴിയുന്ന പുകയുടെ സമയമാണിത്. ഇത് എഡ്വേർഡ് ടീച്ച് എന്ന മനുഷ്യന്റെ കഥയാണ്. അല്ലെങ്കിൽ ലോകം അദ്ദേഹത്തെ അറിയുന്നതുപോലെ ബ്ലാക്ക് ബിയർഡ്. അതെ, തീജ്വാലയുള്ള താടിയും ഭയാനകമായ നോട്ടവും കടൽക്കാറ്റിലൂടെ ഇപ്പോഴും പ്രതിധ്വനിക്കുന്ന പ്രശസ്തനുമാണ്. 1680-ൽ എവിടെയോ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. എന്നിരുന്നാലും രേഖകൾ അവ്യക്തമാണ്. ചരിത്രകാരന്മാർ ഇപ്പോഴും കൃത്യമായ വർഷമോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സർനെയിം ടീച്ച്, താജ് അല്ലെങ്കിൽ ഡ്രമണ്ട് എന്നതിലേതാണെന്ന് ചർച്ച ചെയ്യുന്നു. 1700കളുടെ തുടക്കത്തിൽ യുവാവായ എഡ്വേർഡ് അറ്റ്ലാന്റിക് കടന്ന് സാമ്രാജ്യത്വ കുഴപ്പങ്ങളുടെയും സുവർണാവസരത്തിന്റെയും സമയത്ത് കരീബിയനിൽ വന്നിറങ്ങി. ഇന്ന് ഈ പ്രദേശങ്ങളെ വെർജിൻ ദ്വീപുകൾ, ഹിസ്പാനിയോള, ബഹാമാസിനടുത്തുള്ള തീരപ്രദേശങ്ങൾ എന്നിങ്ങനെ വിളിക്കാം. പക്ഷേ പീരങ്കികളും ഭ്രാന്തൻ നാവികരും നിറഞ്ഞ പൊങ്ങിക്കിടക്കുന്ന മരണക്കെണികളില്ലെങ്കിൽ അവിടം സൂര്യപ്രകാശം കൊണ്ട് നനഞ്ഞതും പോസ്റ്റ് കാർഡിൽ കാണുന്നതുപോലെ അതിമനോഹരവുമാണ്. എഡ്വേർഡ് ഒരു കടൽക്കൊള്ളക്കാരനായി തുടങ്ങിയതല്ല. അദ്ദേഹം ഒരു പ്രൈവറ്റിയറായിട്ടാണ് എത്തിയത്. അതായത് ഗവൺമെന്റ് അംഗീകരിച്ച കടൽക്കൊള്ളക്കാരൻ. ബേസിക്കലി ശത്രു കപ്പലുകളാണെങ്കിൽ മാത്രം അവയെ കൊള്ളയടിക്കാൻ അനുവദിക്കപ്പെട്ട ഒരാളെ. ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ ആൻഡ് ഫ്രാൻസ് ആയിരുന്നു പ്രൈവറ്റിയർ മത്സരം. കരീബിയനായിരുന്നു അവരുടെ ആ ഗെയിമിലെ ചെസ് ബോർഡ്. എഡ്വേർഡ് ടീച്ച് സ്പാനിഷ് പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ സമയത്ത് 1701 മുതൽ 1714 വരെ ബ്രിട്ടീഷ് സ്വകാര്യ കപ്പലുകളിലാണ് വ്യാപാരം പഠിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം വാൾപ്പയത്തിലും കപ്പലോടിക്കുന്നതിലും തന്റെ കഴിവുകൾ മൂർച്ച കൂട്ടുകയും സമുദ്രജീവിതത്തിന്റെ അക്രമാസക്തമായ മര്യാദകൾ ഉൾക്കൊള്ളുകയും കിരീടത്തിന്റെ ബാനറിന് തൊട്ടുതാഴെ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനൽ കുഴപ്പങ്ങൾ പഠിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് സമാധാനമായി. ശേഷം ഉടമ്പടികൾ ഒപ്പുവെച്ചു. യുദ്ധങ്ങൾ അവസാനിച്ചു. പെട്ടെന്ന് ആയിരക്കണക്കിന് നാവികർ, ആയുധം ധരിച്ച, പരിശീലനം ലഭിച്ച, സാധാരണ റിട്ടയർമെന്റ് ജീവിതം ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ജോലിയില്ലാതായി. ഇതെവിടേക്കാണ് നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. പലരും കടൽക്കൊള്ളയിലേക്ക് തിരിഞ്ഞു. ബഹാമാസിലെ ന്യൂ പ്രോവിഡൻസ് ദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ലാസ് വേഗസിന്റെ കടൽക്കൊള്ളക്കാരുടെ പതിപ്പായി പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളിൽ പലരും കടൽക്കൊള്ളയിലേക്ക് തിരിഞ്ഞു. നികുതികളില്ല, നിയമങ്ങളില്ല, പ്രശ്നമില്ല. എഡ്വേർഡ് ടീച്ചും അവരിലൊരാളായിരുന്നു. പ്രൈവറ്റിയറിൽ നിന്ന് പൈററ്റിലേക്ക് മാറുന്നത് ഒരു വലിയ ചാട്ടമെന്നതിനേക്കാൾ ഒരു തോൾ കുലുക്കലായിരുന്നു. നിങ്ങളുടെ മുഴുവൻ കരിയറും കപ്പലുകൾ കൊള്ളയടിക്കുന്നതാണെങ്കിൽ ഒരു രാജാവ് നിർത്താൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം എന്തിന് നിർത്തണം? എഡ്വേർഡ് ഒരുപക്ഷേ ബെഞ്ചമിൻ ഹോണിഗോൾഡ് എന്ന അധികം പ്രശസ്തനല്ലാത്ത ഒരു പൈററ്റിന്റെ ക്രൂയിൽ ചേർന്നിരിക്കാം. അദ്ദേഹം ന്യൂ പ്രോവിഡൻസിനെ തന്റെ ഹോം ബേസ് ആക്കിയ ഒരു സീസൺഡ് പൈററ്റായിരുന്നു. ഹോണിഗോൾഡിന് ഒരു പ്രധാനപ്പെട്ട റൂൾ ഉണ്ടായിരുന്നു: ഒരിക്കലും ബ്രിട്ടീഷ് കപ്പലുകളെ ആക്രമിക്കരുത്. ബ്ലാക്ക് ബേർഡ്, അന്നത്തെ എഡ്വേർഡ്, അദ്ദേഹത്തിന്റെ ആജ്ഞകൾ പാലിച്ചു. പക്ഷേ അത് ഏറെക്കാലം നീണ്ടുനിന്നില്ല. 1716 ആയപ്പോഴേക്കും എഡ്വേർഡ് സ്വന്തമായി ഒരു ചെറിയ പായക്കപ്പൽ നിയന്ത്രിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ ഉയരമുള്ളവനും ബുദ്ധിമാനുമാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു. അദ്ദേഹം അന്ന് പ്രശസ്തനായിരുന്നില്ല. പക്ഷേ ലോകം ഭയപ്പെടുന്ന പൈററ്റ് കിങ് ആയി മാറാൻ അദ്ദേഹം നിരീക്ഷിക്കുകയും പഠിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുകയായിരുന്നു. അക്കാലത്തെ കടൽക്കൊള്ളക്കാർക്ക് നാവിക സംഘങ്ങളെക്കാൾ മികച്ച ജോലി സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവർ കപ്പലിലെ ഓഫീസർമാരെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തു. ലാഭം കൂടുതൽ തുല്യമായി പങ്കിട്ടു. പ്രോട്ടോ വർക്കറുടെ നഷ്ടപരിഹാരം പോലും അവർക്ക് ലഭിച്ചു. നഷ്ടപ്പെട്ട ഒരു കാലിന് പോലും നല്ല കോമ്പൻസേഷൻ അവർക്ക് കിട്ടുമായിരുന്നു. അതിനാൽ ആളുകൾ കടൽക്കൊള്ളക്കാർ വില്ലനുകളാണ് എന്ന് പറയുമ്പോൾ
ഓർക്കുക, അവർ ആദ്യകാല തൊഴിൽ സംഘടനകളായിരുന്നു എന്ന്. ക്യൂബ, ഹിസ്പാനിയോള, കരോലീനാസ് എന്നിവിടങ്ങളിലെ ജലാശയങ്ങൾ പഞ്ചസാര, പുകയില, മനുഷ്യജീവനുകൾ കൊണ്ടുപോകുന്ന വ്യാപാര കപ്പലുകളാൽ നിറഞ്ഞിരുന്നു. ട്രയാങ്കിളിൽ വ്യാപാരം ലാഭം തുടർന്നു. എഡ്വേർഡിനെപ്പോലെയുള്ള കടൽക്കൊള്ളക്കാർക്ക് കൃത്യമായി എവിടെ ആക്രമിക്കണമെന്നറിയാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇത് സങ്കൽപ്പിക്കുക. ഒരു ശാന്തമായ കരീബിയൻ രാത്രി. കറുത്ത വെള്ളത്തിൽ ചന്ദ്രപ്രകാശം തിളങ്ങുന്നു. ബഹാമാസിനടുത്ത് ഒരു മേർച്ചന്റ് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഇരുണ്ട അതിർത്തിയിൽ നിന്ന് ഒരു നിഴൽ നിശബ്ദമായി മുന്നോട്ട് നീങ്ങുന്നു. കയ്യിൽ വിളക്കുകളില്ല, മുന്നറിയിപ്പില്ല. അതാണ് എഡ്വേർഡ് ടീച്ച്. ഇതുവരെ ബ്ലാക്ക് ബിയർഡ് ആയിട്ടില്ല. അയാൾ നേതൃത്വം നൽകുന്ന രാത്രികാല ബോർഡിംഗ്. അനാവശ്യമായുള്ള ആക്രമണങ്ങളില്ല. വേഗത, കൃത്യത, പെട്ടെന്ന് സറണ്ടർ ചെയ്യുന്നവർക്ക് കരുണയുടെ വാഗ്ദാനവും മാത്രം. എഡ്വേർഡ് സ്വഭാവത്താൽ ആക്രമണാസക്തനാണോ അതോ ശാന്ത സ്വഭാവക്കാരനാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നുണ്ട്. ബലപ്രയോഗത്തേക്കാൾ നല്ലത് ഭയപ്പെടുത്തലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതായി തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഇമേജ് ഇതിനകം ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. എല്ലാവർക്കും പേടി സ്വപ്നമായ ഭയങ്കരമായ കണ്ണുകളും വെടിമരുന്നിനോട് ഇഷ്ടവുമുള്ള ഒരു രൂപം അദ്ദേഹം ഇതിനകം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു വിചിത്രമായ കാര്യം പറയട്ടെ. ചില കടൽക്കൊള്ളക്കാർ ചെവിക്ക് പിറകിൽ ഒരു പന്നിയിറച്ചിയുടെ കഷ്ണം വെച്ചാൽ കടൽക്ഷോഭത്തെ തടയുമെന്ന് വിശ്വസിച്ചിരുന്നു. എഡ്വേർഡ് അത് പരീക്ഷിച്ചതായി ഒരു രേഖയുമില്ല. പക്ഷേ വരാൻ പോകുന്നത് നോക്കിയാൽ ഒരുപക്ഷേ അയാൾ അത് ചെയ്തിരുന്നേനെ. അതിനാൽ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നതിന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷമെടുത്ത് സ്ലംബർ സാഗ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങളുടെ സ്ഥലവും നിങ്ങൾ എന്നെ കേൾക്കുന്ന സമയവും കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. ലോകത്തിൻ്റെ ഇവിടെ നിന്നാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ലൈറ്റുകൾ ഡിം ചെയ്യൂ. ആ മൃദുവായ ബാക്ക്ഗ്രൗണ്ട് ഹമ്മിങ്ങിനായി ഒരു ഫാൻ ഓണാക്കൂ. നമുക്ക് ഇന്നത്തെ രാത്രിയുടെ യാത്രയിലേക്ക് ഒരുമിച്ച് പോകാം. ഇനി നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരിക. എഡ്വേർഡ് ടീച്ച് താമസിയാതെ ബ്ലാക്ക് ബിയർഡ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കട്ട്ലാസ് വാൾ മൂർച്ച കൂട്ടുന്നു, താടി പിരിച്ചുവിടുന്നു, ഒഴുക്കിനെക്കുറിച്ച് പഠിക്കുന്നു. കരീബിയനാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് റൂം. നിയമങ്ങൾ ഓപ്ഷണലാണ്, ഭാവി ഭയങ്കരവും. ഉപ്പുരസറുള്ള ചക്രവാളത്തിനപ്പുറം എവിടെയോ കടൽക്കൊള്ളക്കാരുടെ രാജാവ് ജനിക്കാൻ പോകുന്നു. എഡ്വേർഡ് ടീച്ച് ഒറ്റ രാത്രി കൊണ്ട് ബ്ലാക്ക് ബിയർഡ് ആയതല്ല. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഒരു നടൻ ഒരു കഥാപാത്രത്തെ ഭംഗിയാക്കാൻ തയ്യാറെടുക്കുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അധികാരം വെറുതെ കിട്ടുന്നതല്ല എന്നും അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യണമെന്നും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. 1700കളുടെ തുടക്കത്തിൽ കടലിലെ അധികാരമെന്ന് വെച്ചാൽ പ്രശസ്തി എന്നാണ് അർത്ഥം. നാവികർ നിങ്ങളുടെ പേര് കേട്ടാൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കടലിലേക്ക് എടുത്തു ചാടാൻ തീരുമാനിച്ചാൽ അതായിരുന്നു നിങ്ങളുടെ വിജയം. അതിനാൽ നീളത്തിലും കട്ടിയിലും വളരാൻ തുടങ്ങുന്ന കറുത്ത താടിയുമായി എഡ്വേർഡ് തൻ്റെ ഇതിഹാസം ആരംഭിക്കുന്നു. ഇപ്പോൾ വർഷം ഏകദേശം 1717 എഡ്വേർഡ് സ്വന്തം കപ്പലിൻ്റെ കമാൻഡറാണ്. ബെഞ്ചമിൻ ഹോണിഗോൾഡ് ഇപ്പോഴും ഒരു മെൻഡറായി പ്രവർത്തിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ കരോലീനാസ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെയുള്ള കപ്പലുകൾ പിടിച്ചെടുക്കുന്നു. തൽക്കാലം ഇംഗ്ലീഷുകാരുടെ അല്ലാത്ത കൂടുതൽ കപ്പലുകൾ പിടിച്ചെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ എഡ്വേർഡിന് വലിയ പദ്ധതികളുണ്ട്. അയാൾ കൂടുതൽ ധൈര്യശാലിയും സ്വതന്ത്രനുമായി വളരാൻ തുടങ്ങിയിരിക്കുന്നു. ഹോണിഗോൾഡിൻ്റെ നിയമങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ ആവേശഭരിതനാക്കുന്നില്ല. പിന്നെ ഹോണിഗോൾഡ് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ എഡ്വേർഡ് ചെയ്യുന്നു. ശേഷം ഹോണിഗോൾഡ് രാജകീയ മാപ്പ് സ്വീകരിച്ച് വിരമിക്കുന്നു. ഇതേ സമയം എഡ്വേർഡ് തൻ്റെ നിഴലുകളിൽ നിന്ന് പുറത്തു കടക്കുന്നു. ഒരു കടൽ കൊള്ളക്കാരൻ്റെ യഥാർത്ഥ മുഖം പുറത്തുവരുന്ന നിമിഷമാണിത്. എഡ്വേർഡ് ടീച്ച് ബ്ലാക്ക് ബിയർഡായി മാറുന്നു. ഭയപ്പെടുത്താൻ രൂപം കൽപ്പിച്ചൊരു പേര്, കെട്ടുകഥകൾ കൊണ്ട് ഫ്രെയിം ചെയ്തൊരു മുഖം. അയാൾ തൻ്റെ കട്ടിയുള്ള താടിയിലും തൊപ്പിയുടെ അടിയിലും പതുക്കെ കത്തുന്ന ഫ്യൂസുകൾ കെട്ടിവയ്ക്കാൻ തുടങ്ങി. യുദ്ധത്തിനു മുമ്പ് അവ കത്തിച്ച് നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പിശാചിനെപ്പോലെ പുക അവൻ്റെ മുഖത്തിന് ചുറ്റും പടർന്നു. സൾഫറിൻ്റെ മണം, തീജ്വാലയുടെ ആളൽ, അവൻ്റെ കണ്ണുകളിലെ തിളക്കം, ഇതൊക്കെ അയാളുടെ ഷോയുടെ ഭാഗമാണ്. ഒരു നിരീക്ഷകൻ എഴുതുന്നു,
ബ്ലാക്ക് ബിയർഡിനെ ജീവിച്ചിരിക്കുന്ന ഒരു പിശാചിനെ പോലെയാണ് എല്ലാവരും കാണപ്പെടുന്നത്. കാഴ്ചയിൽ ശരിക്കും അങ്ങനെ തന്നെയാണും താനും. ബ്ലാക്ക് ബിയർഡിൻ്റെ കഴിവ് മാനസിക യുദ്ധത്തിനാണോ അതോ ആഴത്തിലുള്ള മറ്റെന്തെങ്കിലുമാണോ എന്ന് ചരിത്രകാരന്മാർക്ക് ഇപ്പോഴും വ്യക്തതയില്ല. എല്ലാവരും പേടിക്കുന്ന ഒരു വില്ലനാകുന്നതിൽ അയാൾ സന്തോഷം കണ്ടെത്തിയിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അയാൾ വെറുതെ ആളുകളുടെ മുന്നിൽ ഒരു ഭീകരനാണെന്ന് കാണിക്കാൻ അഭിനയിക്കുകയാണെന്നായിരുന്നു. ചിലർ പറയുന്നത് അദ്ദേഹം ആ പ്രകടനങ്ങൾ ആസ്വദിച്ചുവെന്നാണ്. മറ്റുള്ളവർ അദ്ദേഹം ഒരു സന്ദേശം അയക്കുകയാണെന്നും കരുതുന്നു. അതായത്, എന്നോട് കളിക്കരുത്, ഒരു കപ്പൽ യുദ്ധം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയും പകുതി ക്രൂവിനെ നഷ്ടപ്പെടുകയും ചെയ്യാവുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭയം ഒന്നിനും പരിഹാരമാവില്ല. ഒരു മെർച്ചന്റ് ക്യാപ്റ്റൻ ബ്ലാക്ക് ബിയർഡിൻ്റെ ഫ്ലാഗ് കണ്ടിട്ട് യുദ്ധം ചെയ്യാതെ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും സമയം ലാഭിക്കാം. മാത്രമല്ല അവരുടെ ജീവനും രക്ഷിക്കുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, ബ്ലാക്ക് ബിയർഡ് തൻ്റെ കാലത്തെ മറ്റു കടൽ കൊള്ളക്കാരെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ചു പേരെ മാത്രമേ കൊന്നിട്ടുണ്ടാകൂ. കാരണം അയാൾ തൻ്റെ ഭീകരമായ മുഖം കൊണ്ട് കൂടുതൽ പേരെ കൊല്ലുമെന്ന് മറ്റുള്ളവരിൽ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. യുദ്ധത്തിനു മുമ്പ് തൻ്റെ മുഖം കൂടുതൽ ഇരുണ്ടതാക്കാൻ, കൂടുതൽ ഭയാനകമായി തോന്നിക്കാൻ അയാൾ കൽക്കരിപ്പൊടി ഉപയോഗിച്ചിരിക്കാം. കടൽ കൊള്ളക്കാർ വെറും നാവികർ മാത്രമായിരുന്നില്ല, അവർ ബ്രാൻഡിങ്ങിൽ ആദ്യകാല വിദഗ്ധരായിരുന്നു. ബ്ലാക്ക് ബിയർഡ് ബ്രാൻഡായിരുന്നു കുറച്ചു കുഴപ്പം. ഇപ്പോൾ ഹോണിഗോൾഡ് മാറി നിന്നതോടെ ബ്ലാക്ക് ബിയർഡിന് അവസാനമായി തൻ്റെ ഭാവിയുടെ പൂർണ്ണ കമാൻഡ് എടുക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. നവംബർ 17, 1717 ബ്ലാക്ക് ബിയർഡ് ലാ കൊങ്കോർഡ് എന്ന് വിളിക്കുന്ന വലിയൊരു ഫ്രഞ്ച് അടിമ കപ്പൽ പിടിച്ചെടുത്തു. അദ്ദേഹം അതിൻ്റെ വലുപ്പത്തിൽ മാത്രമല്ല, അതിൻ്റെ സിംബോളിക്കായ കാര്യത്തിലും സാധ്യതകൾ കണ്ടു. ഒരു അടിമക്കപ്പൽ ഒരു കടൽ കൊള്ളക്കാരൻ്റെ കപ്പലായി മാറുന്നത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം അതിന് ക്വീൻ ആൻസ് റൈൻ എന്ന് പേരു നൽകി. അത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലമായ പ്രൈവറ്റിയറിംഗ് കാലത്തേക്കുള്ള ഒരു എത്തിനോട്ടവും അതിലുമപ്പുറം കിരീടം മടക്കി പിടിക്കാനുള്ള തന്ത്രവുമായിരുന്നു. 40 പീരങ്കികളുണ്ട് ഒരു പൊങ്ങിക്കിടക്കുന്ന കോട്ടയാണിത്. ഇപ്പോഴത് അദ്ദേഹത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കപ്പലാണ്. ഇപ്പോഴും ക്വീൻ ആൻസ് റെയിൻ എന്ന പേര് കേൾക്കുമ്പോൾ അനാമിച്ചൂർ തിഴിവേട്ടക്കാർക്ക് രോമാഞ്ചം വരുന്നു. ഇവിടെ മുതൽ ബ്ലാക്ക് ബിയർഡ് ഒരു ചെറിയ കപ്പൽപ്പടിയും വലിയൊരു ധാർഷ്ട്യവുമായി കപ്പൽ കയറുന്നു. അദ്ദേഹം ലീവാർഡ് ദ്വീപ് മുതൽ ഫ്ലോറിഡയുടെ തെക്കേ അറ്റം വരെ ചുറ്റിത്തിരിഞ്ഞ് കപ്പലുകൾ എളുപ്പത്തിൽ പിടിച്ചെടുത്തു. എന്നിട്ട് അവരോട് കപ്പലുകൾ തിരിച്ചു തരണമെങ്കിൽ മറുവില വേണമെന്ന് ആവശ്യപ്പെട്ടു. സഖ്യകക്ഷികളെയും സഹായികളെയും ഒപ്പം കൂട്ടി കടലിനെ അയാൾ തൻ്റെ സ്വകാര്യ പ്ലേഗ്രൗണ്ടാക്കി മാറ്റി. ഇപ്പോൾ ഒരു കടൽക്കൊള്ളക്കാരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല. ചിലർ അയാൾ വളരെയധികം ഷൈൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നി. ചിലർക്ക് അയാൾ ഭ്രാന്തനാണെന്ന് തോന്നി. എന്നാൽ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് കണ്ട് പലരും അയാളെ പിന്തുടർന്നു. മറ്റേതൊരു കടൽക്കൊള്ളക്കാരനേക്കാളും വേഗത്തിൽ കപ്പലുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് കീഴടങ്ങി. കിംവദന്തികൾ മാത്രമാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്ര സുഗമമാക്കിയത്. ബ്ലാക്ക് ബിയർഡ് പ്രോട്ടോസൈക്കോളജിയിൽ മുഴുകിയിരിക്കാമെന്ന് ചില സമുദ്രചരിത്രമാന്മാർ പറയുന്ന ഒരു ഫ്രിഞ്ച് സിദ്ധാന്തമുണ്ട്. പ്രോട്ടോസൈക്കോളജി എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സൈക്കോളജി ഔപചാരികമായി വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന മനഃശാസ്ത്ര ചിന്തയുടെയും അന്വേഷണത്തിൻ്റെയും ആദ്യകാല രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പുരാതന സ്റ്റോയിക് ഫിലോസഫിയോ ആൽക്കമിക്കൽ ഭയാചാരങ്ങളെക്കുറിച്ചോ അദ്ദേഹം വായിച്ചിരുന്നു എന്നും തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ശരിക്കും അങ്ങനെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം. പക്ഷേ ആളുകളെ വായിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുടെ ഭയം അനുഭവിക്കാനും അവരുടെ ധൈര്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനും യുദ്ധമില്ലാതെ വിജയിക്കാൻ വേണ്ട അത്രമാത്രം സമ്മർദ്ദം ചെലുത്താനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ ഉയർച്ചയ്ക്കിടെ ഒരു സംഭവം നടന്നു. അദ്ദേഹം തന്നെയും തൻ്റെ സംഘത്തെയും ഡെക്കിന് താഴെ പൂട്ടിയിട്ട് താടിയിലെ ഫ്യൂസുകൾ കത്തിച്ച് വെടിമരുന്ന് ചേർത്ത റം കുടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആളുകൾ പുറത്തുവിടണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹം ചിരിച്ചു. ഇതൊരു തന്ത്രത്തിൻ്റെ ഭാഗമൊന്നുമായിരുന്നില്ല, ഇത് മറ്റെന്തോ ആണ്. എന്നിട്ടും എല്ലാ ഭ്രാന്തുകളും ഉണ്ടായിരുന്നിട്ടും കീഴടങ്ങുന്നവരെ അദ്ദേഹം അപൂർവമായി മാത്രമേ ഉപദ്രവിച്ചിട്ടുള്ളൂ. കാരണം അയാൾക്ക് മൃതദേഹങ്ങളല്ല വേണ്ടിയിരുന്നത്, കപ്പലുകൾ മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. ബ്ലാക്ക് ബിയർഡ് പ്രേമികൾക്കിടയിൽ പ്രിയപ്പെട്ട ഒരു കഥയെന്തെന്നാൽ, തൻ്റെ സംഘത്തിൽ ചേരാൻ ആവശ്യപ്പെട്ട്
ഒരു യുവനാവികൻ അദ്ദേഹത്തെ സമീപിച്ചതായി പറയുന്നു. ബ്ലാക്ക്ബിയർഡ് ആ ആൺകുട്ടിയെ നോക്കി, നിനക്കൊരു പിസ്റ്റൾ തന്നാൽ വെടിവയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ആ കുട്ടി തലയാട്ടി. കൊള്ളാം. ബ്ലാക്ക്ബിയർഡ് പുഞ്ചിരിച്ചു. അദ്ദേഹം, അടുത്തതായി നീ തീ കുടിക്കാൻ പഠിക്കുമെന്ന് ആ കുട്ടിയോട് പറഞ്ഞ് അട്ടഹസിച്ചു. അയാൾ ഭയത്തിൻ്റെ ഒരു രൂപം സ്വയം ഉണ്ടാക്കുകയാണ്. കൈകളിൽ തോക്കും പുകയുന്ന താടിയുമുള്ള ഒരു പ്രേതജീവി. എന്നിട്ടും ഈ ഘട്ടത്തിൽ ബ്ലാക്ക്ബിയർഡ് ഇതുവരെ ബ്രിട്ടീഷ് നാവികനവരയുടെ മുഴുവൻ ശക്തിയുമായും ഏറ്റുമുട്ടിയിട്ടില്ല. ആ കൊടുങ്കാറ്റ് വരാനിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അയാൾ തൻ്റെ ഇതിഹാസത്തെ വളർത്തുകയാണ്. വിശ്വസ്തരായ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും വലിയൊരു കാര്യം ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. ചാൾസ്റ്റൺ മുതൽ ലണ്ടൻ വരെയുള്ള കോളനികളെ ഇളക്കിമറിക്കുന്നൊരു പ്ലാനായിരുന്നു അത്. ഒരു വ്യാപാര കപ്പൽ തൻ്റെ പതാക കണ്ടാൽ ഏറ്റുമുട്ടലുണ്ടാകുമെന്ന് കരുതി അതൊഴിവാക്കാൻ സ്വന്തം ചരക്ക് മുക്കുന്നൊരു നിമിഷമുണ്ട്. ഭയം അത്രമാത്രം ആഴത്തിലാണ്. കാര്യങ്ങൾ ഒന്നുമത്ര സുഗമമല്ല. കടൽ കൊള്ളക്കാർക്കിടയിൽ പോലും നേതൃത്വം അപകടകരമാണ്. കൂടെയുള്ള നാവികർ വേലിത്താടുകൾ പോലെ അങ്ങോട്ടുമിങ്ങോട്ടും മാറുന്നു. അധികാരം നിലനിർത്താൻ പുകയും ധൈര്യവും മാത്രം പോരാ എന്ന് ബ്ലാക്ക്ബിയർഡിന് നന്നായി അറിയാം. അയാൾക്കൊരു സ്റ്റണ്ട് വേണം, ഒരു ഗ്രാൻഡ് ജെസ്ചർ. വിലോകം അവൻ്റെ പേര് വെറുതെ മന്ത്രിക്കുന്നതിനു പകരം ബ്ലാക്ക്ബിയർഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആർപ്പുകൊള്ളുന്ന, അലറി വിളിക്കുന്ന അത്രമേൽ ധീരമായൊരു മൂക്കം. അതെ, അത് വരുന്നുണ്ട്. കിഴക്കൻ കരീബിയനിലെ പച്ച കലർന്ന വെള്ളത്തിനു മുകളിൽ സൂര്യൻ പതുക്കെ ഉദിക്കുന്നു. എഡ്വേർഡ് ടീച്ച് അടുത്തിടെ മോചിപ്പിച്ച ഒരു ഫ്രഞ്ച് അടിമ കച്ചവടക്കാരനോട് ചർച്ച നടത്തുകയാണ്. കപ്പലിൻ്റെ കൊടിമരങ്ങൾ ശക്തിപ്പെടുത്തുമ്പോഴും തോക്കുകൾ പുനഃസ്ഥാപിക്കുമ്പോഴും അതിൻ്റെ ആത്മാവ് തന്നെ പുനർനിർമ്മിക്കപ്പെടുമ്പോഴും കപ്പൽ കരയുകയും ഞരങ്ങുകയും ചെയ്യുന്നു. ബ്ലാക്ക്ബിയർഡ് അമരത്ത് നിൽക്കുന്നു, കൈകൾ കെട്ടി, ശാന്തമായ അഭിമാനത്തോടെ നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് തയ്യാറായി. അദ്ദേഹം ഇതിനെ ക്വീൻ ആൻസ് റിവെഞ്ച് എന്ന പേരിട്ടു. കടലിലെ ലോകം ഇനി ഒരിക്കലും പഴയതുപോലെയാകില്ല. 200 ടൺ ഭാരവും 40 പീരങ്കികൾ വഹിക്കാൻ കഴിവുള്ളതുമായ ഈ അടിമക്കപ്പൽ ഒരു സാധാരണ കടൽ കൊള്ളക്കാരുടെ കപ്പലല്ല. ഇതൊരു മൃഗമാണ്. പ്രദേശത്തെ മിക്ക കപ്പലുകളെക്കാളും വലുതായ ഇത് ബ്ലാക്ക്ബിയർഡിൻ്റെ ഫ്ലോട്ടിംഗ് ഫ്ലീറ്റിൻ്റെ കേന്ദ്രബിന്ദുവായി മാറുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു കപ്പൽ കൂട്ടത്തെ നിയന്ത്രിക്കുന്നു. അടുത്ത കുറച്ച് മാസങ്ങളിൽ അദ്ദേഹം തൻ്റെ വളർന്നുവരുന്ന കടൽക്കൊള്ളക്കാരുടെ രാജ്യത്തിലേക്ക് കുറഞ്ഞത് 3 കപ്പലുകളും 300-ലധികം ആളുകളെയും ചേർക്കുന്നു. അദ്ദേഹം ഒരു കപ്പലിനെ ക്വീൻ ആൻസ് റിവെഞ്ച് എന്ന് പേര് നൽകിയത് യാദൃശ്ചികമല്ല. ക്വീൻ ആൻസ് യുദ്ധകാലത്ത് ബ്രിട്ടീഷ് കമാൻഡിന് കീഴിലായിരുന്നു ബ്ലാക്ക്ബിയർഡ് സേവനമനുഷ്ഠിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പേരിടൽ ചിലപ്പോൾ രാജാവിനോടുള്ള വിശ്വാസ്യതയെ സൂചിപ്പിക്കുന്നു. അതെത്ര വളച്ചൊടിച്ചതാണെങ്കിലും യുദ്ധം അവസാനിച്ചതിന് ശേഷം തന്നെപ്പോലുള്ള സ്വകാര്യ വ്യക്തികളെ തൊഴിലില്ലാത്തവരാക്കിയ ബ്രിട്ടീഷ് സ്ഥാപനത്തോടുള്ള നീരസത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഈ പേര് ധിക്കാരപരമായ പരിഹാസമാണോ, ഒരു ഗ്രഹാദൂരത്തിലുള്ള ആദരാഞ്ജലിയാണോ എന്നൊക്കെ ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. തൻ്റെ പുതിയ ശക്തിയോടെ ബ്ലാക്ക്ബിയർഡ് കൂടുതൽ വ്യാപകമായ റെയ്ഡുകൾ നടത്താൻ തുടങ്ങുന്നു. ഇനി പെട്ടെന്നുള്ള തകർച്ചകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഗംഭീരമാകുന്നു. തുറന്ന വെള്ളത്തിലൂടെ കപ്പലുകളെ പിന്തുടരുന്നതിന് പകരം അദ്ദേഹം മുഴുവൻ തുറമുഖങ്ങളും ഉപരോധിക്കാൻ തുടങ്ങുന്നു. 1718 മെയ് മാസത്തിൽ അമേരിക്കൻ കോളനികളിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായ സൗത്ത് കരോളിനയിലെ ചാൾസ്റ്റൺ അദ്ദേഹം ലക്ഷ്യമിടുന്നു. അദ്ദേഹം തൻ്റെ കപ്പലുകളുമായി കപ്പൽ കയറി ക്വീൻ ആൻസ് റിവെഞ്ച് തുറമുഖത്തിന് പുറത്ത് ശാന്തമായി നങ്കൂരമിടുന്നു. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ അദ്ദേഹം കുറഞ്ഞത് 9 കപ്പലുകളെങ്കിലും പിടിച്ചെടുക്കുന്നു. നിങ്ങൾ ചാൾസ്റ്റണിലെത്തുന്ന ഒരു വ്യാപാര കപ്പലിൻ്റെ ക്യാപ്റ്റനാണെന്ന് സങ്കല്പിക്കുക. അവിടെ കറുത്ത പതാകകൾ പറക്കുന്ന, കത്തുന്ന ഫ്യൂസുകളും മരുന്ന് നിറച്ച പീരങ്കികളുമുള്ള കടൽ കൊള്ളക്കാരുടെ കപ്പലുകളുടെ ഒരു മതിൽ കണ്ടെത്തുന്നു. ഇല്ല, നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. പക്ഷേ ഇവിടെയാണത് ശരിക്കും വിചിത്രമാകുന്നത്. ബ്ലാക്ക്ബിയർഡ് സ്വർണമോ ഭക്ഷണമോ സ്ത്രീകളോ ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു പെട്ടി മരുന്ന്. അതെ, ശരിക്കും മിക്ക കടൽക്കൊള്ളക്കാരും അദ്ദേഹത്തിൻ്റെ സംഘവും സിഫിലിസും ഡിസെൻട്രിയും എപ്പോഴും സ്കർവി എന്ന രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നു. ഒരിക്കൽ ലൈംഗിക രോഗത്തെ ചികിത്സിക്കാനുള്ള മരുന്ന് ലഭിക്കാൻ ഒരു കോളനിയെ തളർത്താൻ ബ്ലാക്ക്ബിയർഡ് തയ്യാറായിരുന്നു. ചർച്ചകൾക്ക് ദിവസങ്ങളെടുക്കും.
അദ്ദേഹം ആ പട്ടണത്തിലെ ആളുകളെ ബന്ദികളാക്കുന്നു, പ്രമുഖ പൗരന്മാരെ കസ്റ്റഡിയിലെടുക്കുന്നു, ദൂതന്മാരെ കരയിലേക്ക് അയക്കുന്നു. ഒടുവിൽ പെട്ടി എത്തിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ബിയേർഡ് കരാറിനെ മാനിക്കുന്നു, തടവുകാരെ വിട്ടയക്കുന്നു, പിടിച്ചെടുത്ത കപ്പലുകളിൽ ഭൂരിഭാഗവും തിരികെ നൽകുന്നു, അവിടെ നിന്നും കപ്പൽ വിടുന്നു. കൂട്ടക്കൊലയില്ല, കത്തുന്ന കെട്ടിടങ്ങളില്ല, വെറും ശക്തിയുടെ ഒരു പ്രദർശനവും ബ്ലാക്ക് ബിയേർഡ് കാണിച്ചില്ല. അയാൾ ലോകം നശിപ്പിക്കാനല്ല വന്നത്, അദ്ദേഹം ഇവിടെ ഭരിക്കാൻ വന്നതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ഇതിപ്പോൾ വെറും കടൽ കൊള്ളയല്ല, ഇത് പൊളിറ്റിക്സാണ്. എന്നാൽ കപ്പലിലുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പങ്കിടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മേറ്റ് സ്റ്റീവ് ബോണറ്റ് ജെന്റിൽമെൻ പൈററ്റ് എന്നറിയപ്പെടുന്നു. ഒരു മുൻ തോട്ടമുടമയും പിന്നീട് വിചിത്രമായ കടൽക്കൊള്ളക്കാരുടെ ക്യാപ്റ്റനുമാണ്. ബ്ലാക്ക് ബിയേർഡ് അദ്ദേഹത്തെ തൻ്റെ ചിറകിന് കീഴിൽ ഒരുമിപ്പിച്ചുകൊണ്ടുപോയി. പക്ഷേ അവരുടെ ബന്ധം കൂടുതൽ വഷളാകുന്നു. ബോണറ്റ് തൻ്റെ കപ്പൽ തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ബ്ലാക്ക് ബിയേർഡിന് മറ്റു പദ്ധതികളുണ്ട്. അദ്ദേഹം ഫലപ്രദമായി ബോണറ്റിനെ തരം താഴ്ത്തുന്നു. അദ്ദേഹത്തെ ഒരു വ്യക്തിയായി കൂടെ നിലനിർത്തുന്നു, പക്ഷേ യഥാർത്ഥ കമാൻഡുകൾ നൽകാൻ അയാളെ വിശ്വസിക്കുന്നില്ല. പിന്തുണയ്ക്കാത്തതും എന്നാൽ അപ്രതിരോധ്യവുമായ ഒരു കിംവദന്തിയുണ്ട്. ബ്ലാക്ക് ബിയേർഡ് ക്വീൻ ആൻസ് റിവെഞ്ചിൽ സംഗീതജ്ഞർ, നർത്തകർ, വീഞ്ഞിൻ്റെ ബാരലുകൾ എന്നിവയുമായി വിപുലമായ അത്താഴങ്ങൾ സംഘടിപ്പിച്ചു. കടൽ തീരത്തെ ചർച്ചകൾ അയാൾക്ക് എളുപ്പമായിരുന്നു, പക്ഷേ വാളുകൾ കൊണ്ട് പേടിപ്പിച്ചുകൊണ്ടാ. സത്യമായാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇതിഹാസം ഓരോ വാക്കുകൊണ്ടും വളരുന്നു. ഇപ്പോൾ നമ്മളൊരു വഴിത്തിരിവിലെത്തുന്നു. ചാൾട്ടണിന് ശേഷം ബ്ലാക്ക് ബിയേർഡിൻ്റെ അഭിലാഷങ്ങൾ വളരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ. അവൻ്റെ ഫ്ലീറ്റ് കരോലിന തീരത്ത് വടക്കോട്ട് നീങ്ങുമ്പോൾ അവൻ ബ്യൂഫോർട്ടിൻ ഹീറ്റിലെ അപകടകരമായ ചതുപ്പുകളിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നു. ഇത് ജൂൺ 1718. മണൽത്തിട്ടകൾ മാറിക്കൊണ്ടിരിക്കുന്നു. വഞ്ചനാപരമാണ്, കാത്തിരിക്കുകയാണ്. ക്വീൻ ആൻസ് റിവെഞ്ച് കരയിലടിഞ്ഞു. കരയിലേക്ക് ഓടുന്നു. പീറച്ച്മരിയിലെ ചരിത്രത്തിലെ ഏറ്റവും ചർച്ചാവിഷയമായ നിമിഷങ്ങളിൽ ഒന്നാണിത്. ബ്ലാക്ക് ബിയേർഡ് അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ അവകാശപ്പെടുന്നത് അതൊരു നാവിഗേഷൻ പിഴവാണെന്ന്. മറ്റു ചിലർ അട്ടിമറിയെ സംശയിക്കുന്നു. അയാൾ കപ്പലിനെ തകർക്കാനും തൻ്റെ കൊള്ളയുടെ വിഹിതം പ്രതീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനും അതിലെ മികച്ചതുപയോഗിച്ച് ഒളിച്ചുപോകാനുമായിരിക്കാം ആഗ്രഹിച്ചത്. അയാൾ കപ്പലുപേക്ഷിച്ച് 100-ലധികം ക്രൂ അംഗങ്ങളെ ഒറ്റപ്പെടുത്തി തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരോടൊപ്പം കപ്പൽ കയറുന്നു. ഒരു ക്രൂരമായ നീക്കമാണോ? അതെ, പക്ഷെ വളരെ കൃത്യതയുള്ളതും. ഇരുന്നൂറ്റി വർഷത്തിനു ശേഷം നോർത്ത് കരോളിന തീരത്തുനിന്ന് മുങ്കൽ വിദഗ്ധർ ഒടുവിൽ ക്വീൻ ആൻസ് റിവെഞ്ചിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അകത്ത് മെഡിക്കൽ ഉപകരണങ്ങൾ, അപ്പോത്തിക്കറി വെയ്റ്റ്സ്, മൂത്രാശയ സിറിഞ്ചുകൾ, അതെ, തീർച്ചയായും സിഫിലിസ് മരുന്നുകൾ എന്നിവയൊക്കെ അവർ കണ്ടെത്തിയിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തെ ഭീതിയിലാക്കിയ കപ്പൽ മഹത്വത്തിൻ്റെ ജ്വാലയിലല്ല, മറിച്ച് ചെളിയുടെയും മുത്തുച്ചി ഷെല്ലുകളുടെയും കീഴിൽ പകുതി കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ബ്ലാക്ക് ബിയേർഡോ? അയാൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. തുറന്ന കടൽ കൊള്ളയ്ക്കു പകരം അയാൾ കൂടുതൽ അപകടകരമായ ഒന്നിലേക്ക് കടക്കാൻ പോകുകയാണ്. ഒരർദ്ധവിരമിക്കൽ മാത്രം. ബ്ലാക്ക് ബിയേർഡ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമായി മാറിയിരിക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള കീഴടക്കലിനായി അയാൾ കരോലൈന തീരത്തേക്ക് നീങ്ങുന്നു. ക്വീൻ ആൻസ് റിവെഞ്ച് എന്ന കപ്പലിന്റെ നഷ്ടത്തിനോ നിശബ്ദമായ ഉപേക്ഷിക്കലിനോ ശേഷം അയാൾ ഇന്നത്തെ നോർത്ത് കരോലൈനയുടെ ഉൾക്കടലുകളിലേക്കും കായലുകളിലേക്കും വഴിമാറി സഞ്ചരിക്കുന്നു. വർഷം ഇപ്പോൾ 1718. മിക്ക കടൽക്കൊള്ളക്കാരും അവരുടെ ഷിപ്പ്യാർഡ് അഥവാ കപ്പലുണ്ടാക്കുന്ന സ്ഥലം പുനർനിർമ്മിക്കാനോ പൂർണ്ണമായും ഒഴിവാക്കാനോ ശ്രമിക്കുമ്പോൾ ബ്ലാക്ക് ബിയേർഡ് തികച്ചും വ്യത്യസ്തമായ മറ്റൊന്ന് ചെയ്യുന്നു. അദ്ദേഹം ഒരു തരത്തിൽ അവിടെ സ്ഥിരതാമസമാക്കുന്നു. പാംലിക്കോ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ കൊളോണിയൽ പട്ടണമായ
ബാത്ത് എന്ന സ്ഥലമാണ് അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം. പാംലിക്കോ എന്ന ചെറിയ പട്ടണം ശാന്തവും ഈർപ്പമുള്ളതും മത്സ്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ചെറിയ മണം വീശുന്ന സ്ഥലമാണ്. ഒരു കുപ്രസിദ്ധ കടൽക്കൊള്ളക്കാരന് പുനർചിന്തിക്കാൻ അനുയോജ്യമായ സ്ഥലം. അല്ലെങ്കിൽ വിരമിക്കുന്നതായി നടിക്കുമ്പോൾ കുറഞ്ഞത് ശരീരത്തിൽ കുറച്ച് ടാൻ അടിപ്പിക്കാൻ വേണ്ടി. ബ്ലാക്ക് ബിയർഡ് ആക്ട് ഓഫ് ഗ്രേസ് പ്രകാരം ഗവർണർ ചാൾസ് ഈഡൻ വാഗ്ദാനം ചെയ്ത ഒരു രാജകീയ ക്ഷമാപണം സ്വീകരിക്കുന്നു. രാജകീയ ക്ഷമാപണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് രാജകീയമായോ ഭരണപരമായോ ഉള്ള ഒരു മാപ്പ് അല്ലെങ്കിൽ ശിക്ഷയിളവ് നൽകുന്നതിനെയാണ്. ഇത് സാധാരണയായി ഒരു രാജാവിൻ്റെയോ ഭരണാധികാരിയുടെയോ അധികാരം ഉപയോഗിച്ച് നൽകുന്നതാണ്. അതിനാൽ ഒരു ഗോൾഡൻ ടിക്കറ്റ് പോലെ കിട്ടിയ ഈ റോയൽ പാർഡൻ അഥവാ രാജകീയ ക്ഷമാപണം അദ്ദേഹം സ്വീകരിക്കുന്നു. ശേഷം ബ്ലാക്ക് ബിയർഡ് താൻ എല്ലാം അവസാനിപ്പിച്ചുവെന്ന് അദ്ദേഹത്തിന് സത്യം ചെയ്യുന്നു. ഇനി പീരങ്കി പന്തുകളില്ല, പുകയുന്ന താടികളില്ല, വെറും ഹാമൊക്കുകൾ, അതായത് കിടക്കാനുള്ള ഊഞ്ഞാൽ, ബ്രാൻഡി, കുറച്ച് സാധാരണ പൂന്തോട്ട പരിപാലനവും. ഇത് പൂർണ്ണമായും വിശ്വസനീയമാണോ? അല്ല. ഗവർണർ ഈഡൻ അത് വിശ്വസിക്കുന്നതിൽ സന്തോഷിക്കുന്നതായി തോന്നുന്നു. ചില ചരിത്രകാരന്മാർ ഈഡനെ കൈക്കൂലി നൽകിയിരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നു. ബ്ലാക്ക് ബീഡിനെ പോലുള്ള ഒരു മനുഷ്യനെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തിന് ഫയർ പവർ അല്ലെങ്കിൽ നട്ടല്ലില്ലായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നു. എന്തായാലും കടൽക്കൊള്ളക്കാരൻ ഒരു പ്രഭുവിനെ പോലെ പെരുമാറാൻ തുടങ്ങുന്നു. അദ്ദേഹം ബാത്തിനും ഓക്രക്യോക്ക് ദ്വീപിനുമിടയിൽ സഞ്ചരിക്കുന്നു. അവിടെ അദ്ദേഹം കപ്പലുകളും സീക്രട്ടുകളും മറയ്ക്കാൻ അനുയോജ്യമായ ഒരു ശാന്തമായ കോവ് അഥവാ കുന്നുകൾക്കിടയിലെ ഒതുങ്ങിയ സ്ഥലം പരിപാലിക്കുന്നു. ഇവിടെ മുതലാണ് കഥ കൗതുകകരമാകുന്നത്. ബ്ലാക്ക് ബിയർഡ് ആ പ്രദേശത്തുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. കഥകളിൽ അവളെ ചെറുപ്പവും സുന്ദരിയും അല്ലെങ്കിൽ കഠിനാധ്വാനിയുമായ ബാർമെയ്ഡ് ആണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിവരണങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കഥയുടെ ഒരു പതിപ്പ് അവൾ അയാളുടെ 14ാമത്തെ ഭാര്യയാണെന്ന് പറയുന്നു. മറ്റൊരു പതിപ്പ് അവൾ ആദ്യത്തെയും ഏക ഭാര്യയുമാണെന്ന് പറയുന്നു. വിവാഹം നടന്നോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. രേഖകളൊന്നുമില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, കടൽക്കൊള്ളക്കാരൻ്റെ രാജാവ് കോളനി പെൺകുട്ടിയുമായി താമസിക്കാൻ തീരുമാനിക്കുന്നു എന്നത് അറിയപ്പെടേണ്ട ഒരു ചരിത്ര റൊമാൻറ്റിക് കോമഡി പോലെ തോന്നുന്നു, അല്ലേ? സത്യമെന്തായാലും ബ്ലാക്ക് ബിയർഡിന്റെ സാന്നിധ്യം ബാത്തിലെ അന്തരീക്ഷം ആകെപ്പാടെ മാറ്റുന്നു. അവൻ ഒരു സെലിബ്രിറ്റിയെ പോലെയായി മാറുന്നു. ഭയപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, ഗോസിപ്പുള്ള ഒരു വ്യക്തി. അവനൊരു ഭീഷണിയാണോ അതോ സംരക്ഷകനാണോ എന്ന് നാട്ടുകാർക്ക് ഉറപ്പില്ല. കുട്ടികൾ ആ പ്രസിദ്ധമായ താടി കാണാൻ വേണ്ടി ജനലിലൂടെ എത്തിനോക്കുന്നു. നാട്ടുകാർ രാത്രിയിൽ ചതുപ്പുനിലങ്ങളിലൂടെ പെട്ടികൾ കടത്തുന്നുവെന്ന് മന്ത്രിക്കുന്നു. കാരണം ഇത് അത്ര ചെറിയ രഹസ്യമല്ല. ബ്ലാക്ക് ബീഡിന്റെ കടൽക്കൊള്ള അവസാനിച്ചിട്ടില്ല. അയാൾ ബ്രാൻഡ് അഥവാ റീബ്രാൻഡ് ചെയ്യുന്നു. പരസ്യമായി റെയ്ഡ് ചെയ്യുന്നതിന് പകരം അയാൾ അതിർത്തികളിൽ പ്രവർത്തിക്കുന്നു. അയാൾ സംശയാസ്പദമായ വ്യാപാരികളുമായി സഹകരിക്കുന്നു. കള്ളക്കടത്ത് ലാഭത്തിന്റെ ഒരു ഭാഗം എടുക്കുന്നു. ബഹുപക്ഷം ഗവർണർ ഈഡനെ പോലും മരയായി അദ്ദേഹം ഉപയോഗിക്കുന്നു. ഔട്ടർ ബാങ്ക്സ് ദ്വീപിനു ചുറ്റും കപ്പലുകൾ ഇപ്പോഴും രഹസ്യമായി അപ്രത്യക്ഷമാകുന്നു. സമ്പത്ത് ഇപ്പോഴും ബ്ലാക്ക് ബിയർഡിന്റെ പോക്കറ്റിലേക്ക് തന്നെ എത്തുന്നു. ഇപ്പോഴത് കൂടുതൽ ശാന്തമാണ്, കൂടുതൽ മെച്ചപ്പെട്ടതാണ്. കാരണം ഇതേ ചൊല്ലി കൂടുതൽ രക്തം ചിന്തേണ്ടി വരുന്നില്ല. രാജകീയ ക്ഷമാപണം അഥവാ റോയൽ പാർഡൻ സ്വീകരിക്കാത്ത ഒരുപാട് കടൽക്കൊള്ളക്കാരുണ്ട്. നിർഭയനും നിയമവിരുദ്ധനുമായ ബ്ലാക്ക് ബിയർഡ് അവരിൽ ഒരാളായിരിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോഴവൻ പേപ്പർ വർക്കുകളാലും സൗഹൃദപരമായ ഗവർണറാലും സംരക്ഷിക്കപ്പെട്ട ഒരാളായി ബേ വിൻഡോയിൽ സുഖമായി റം കുടിക്കുന്നു. അത് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനിടെ വെർജീനിയയിൽ ഗവർണർ അലക്സാണ്ടർ സ്പോർട്സ്വുഡ് ഈ കിംവദന്തികൾ കേൾക്കുന്നു. അദ്ദേഹം കടൽക്കൊള്ളക്കാരെയോ കടൽക്കൊള്ളക്കാർക്ക് അനുകൂലമായ ഗവർണർമാരെയോ ഇഷ്ടപ്പെടില്ല. ബ്ലാക്ക് ബിയർഡ് വിരമിച്ചതായി നടിക്കുമ്പോൾ ബാത്തിനെ ഒരു താവളമായി ഉപയോഗിക്കുന്നുണ്ടാകാമെന്ന സംശയം ഗവർണർ അലക്സാണ്ടറിലുണ്ടായിരുന്നു. എന്നാൽ സ്പോർട്സ്വുഡിന്റെ അധികാരപരിധി കരോളിന അതിർത്തിയിൽ അവസാനിക്കുന്നു. സാങ്കേതികമായി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ സാങ്കേതികമായി അവനെ തടയാൻ കഴിയില്ല എന്നത് സ്പോർട്സ്വുഡിനൊരു പ്രശ്നമായിരുന്നില്ല. ബാത്തിൽ തിരിച്ചെത്തിയ ബ്ലാക്ക് ബിയർഡ് ഒരു വലിയ പാർട്ടി നടത്തുന്നു. ഒരുപക്ഷെ അതൊരു ജന്മദിനത്തിനായിരിക്കാം, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിവാഹം ആഘോഷിക്കാൻ വേണ്ടിയായിരിക്കാം. അതുമല്ലെങ്കിൽ അത് വെറുമൊരു ചൊവ്വാഴ്ച ദിവസമായിരിക്കാം. അവിടെ ഒത്തുകൂടിയവർ എന്തോ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് വിവരിക്കുന്നു. കപ്പലുകൾ ഒന്നിച്ചു കെട്ടിയിരിക്കുന്നു. വെള്ളത്തിന് മുകളിലൂടെ സംഗീതം പ്രതിധ്വനിക്കുന്നു.
വീഞ്ഞിൻ്റെയും റമ്മിൻ്റെയും ബാരലുകൾ സ്വതന്ത്രമായി ഒഴുകുന്നു. മദ്യപിച്ച കടൽക്കൊള്ളക്കാർ വിനോദത്തിനായി വായുവിലേക്ക് പിസ്റ്റലുകൾ വെടിവെക്കുന്നു. ഒക്രാക്കോക് ദ്വീപ് അത്യാഘോഷമായി മാറുന്നു. അതിഥികളിൽ ചാൾസ് വെയിൻ, കാലിക്കോ ജാക്ക് എന്നിവരുൾപ്പെടെ മറ്റു കുപ്രസിദ്ധ കടൽക്കൊള്ളക്കാരുണ്ടായിരുന്നു. ഒരുപക്ഷേ ആൻ ബോണിയും. ഇതിലേതെങ്കിലും അതിഥിവേഷങ്ങൾ യാഥാർത്ഥ്യമാണോ അതോ 18-ാം നൂറ്റാണ്ടിലെ ഗോസിപ്പുകളുടെ ഭാഗമാണോ എന്ന് ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: ബ്ലാക്ക് ബിയർഡ് നിറം മങ്ങിപ്പോകുന്നില്ല. പക്ഷെ എന്തോ ഒന്ന് മാറുന്നുണ്ട്. അയാൾ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. അയാൾ കുറച്ചാളുകളുമായി കപ്പലിൽ കയറുന്നു. തൻ്റെ കപ്പൽ കൂടുതൽ തവണ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ചിലർ പറയുന്നു അയാൾ തൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ വഞ്ചിക്കുമോ എന്ന് സംശയിക്കുന്നുവെന്ന്. മറ്റു ചിലർ പറയുന്നു അയാൾ ക്ഷീണിതനാണെന്ന്. ഒരിക്കൽ അയാൾ തൻ്റെ ബോട്ടിൻ്റെ അരികിൽ മണിക്കൂറുകളോളം ഇരുന്ന് ചക്രവാളത്തിലേക്ക് ഉറ്റുനോക്കി വെള്ളത്തിൽ ഭൂതങ്ങളെക്കുറിച്ച് പിറുപിറുത്തിരുന്നു. ശരിയാണോ? അറിയില്ല. അങ്ങനെ ഒരു കഥ പോലുമുണ്ട്. ഒരുപക്ഷെ അങ്ങനെയല്ല. പക്ഷേ ആ ചിത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ബ്ലാക്ക് ബിയർഡ് ഒരിക്കൽ സ്വർണത്തിനോ വെള്ളിക്കോ പകരം ചെറിയ കഷണങ്ങളായി അസംസ്കൃത പഞ്ചസാര നൽകി. ചിലപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശം നാണയങ്ങളില്ലായിരുന്നതുകൊണ്ടാകാം. പക്ഷേ ഒരു പോക്കറ്റ് സ്റ്റിക്കി പഞ്ചസാര കട്ടകളുമായി മദ്യശാലയിലെത്തി ഒരു പാനീയം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുന്നത് സങ്കൽപ്പിച്ചു നോക്കൂ. അതേസമയം വെർജീനിയയിൽ തിരിച്ചെത്തിയ സ്പോർട്സ്വുഡ് കൂടുതൽ പ്രകോപിതനാകുന്നു. കാരണം ബ്ലാക്ക് ബിയർഡ് ഒരു കള്ളക്കടത്തുകാരനായാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ സാന്നിധ്യം ഒരു അപമാനമായിരുന്നു. അങ്ങനെ അയാളൊരു പദ്ധതി തയ്യാറാക്കുന്നു. ധീരവും നിയമവിരുദ്ധവുമായൊരു പദ്ധതി. അദ്ദേഹം അനുമതിയില്ലാതെ കൊളോണിയൽ ബോർഡർ കടന്ന് ബ്ലാക്ക് ബിയർഡിനെ വേട്ടയാടി കൊല്ലാൻ ആളുകളെ അയക്കും. ദൗത്യം വേഗത്തിലും ക്രൂരമായുമായിരിക്കണം. അതേസമയം ബ്ലാക്ക് ബിയർഡ് ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ബാത്ത് ദ്വീപിലാണ്. അദ്ദേഹം ഇപ്പോഴും താൻ കടക്കൊള്ളയിൽ നിന്ന് വിരമിച്ചു, തൻ്റെ ലൈറ്റ് ഫ്യൂസുകൾ നിറഞ്ഞ താടി ഒരു ചെങ്കൊടിയല്ല എന്നൊക്കെ നടിക്കുന്നു. കരോലിന തീരത്ത് സൂര്യനുദിക്കുന്നു. വേനൽക്കാല മൂടൽമഞ്ഞുകൊണ്ട് കട്ടിയുള്ള ചതുപ്പുകൾ. ബാത്ത് പട്ടണം ഈർപ്പമുള്ളതും ശാന്തവുമായൊരു പ്രഭാതത്തിലേക്ക് നീങ്ങുന്നു. എന്നാൽ അതിർത്തിക്കപ്പുറത്ത് വിർജീനിയയിൽ ഗവർണർ അലക്സാണ്ടർ ഇതിനകം തന്നെ കടൽക്കൊള്ളക്കാർക്കെതിരെ നീങ്ങുകയാണ്. അദ്ദേഹത്തിന് എല്ലാം മതിയായിരിക്കുന്നു. കടൽക്കൊള്ളക്കാർ വേണ്ട. അവരെ പരിചരിക്കുന്ന കൊളോണിയൽ ഗവർണർമാർ വേണ്ട. തെക്ക് കിഴക്കൻ കടൽ തീരത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനെ പോലെ ചുറ്റി നടക്കുന്ന എഡ്വേർഡ് ടീച്ചിനെ പോലും വേണ്ട. എല്ലാം മതിയെന്ന് ഗവർണർ തീരുമാനിച്ചിരുന്നു. അതിനാൽ ഏതൊരതികടന്ന അല്പം നാടകീയനായ രാഷ്ട്രീയക്കാരനും ക്ഷമ നശിച്ചാൽ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് അയാൾ ചെയ്യുന്നത്. അദ്ദേഹം ഒരു നിയമവിരുദ്ധ സൈനിക നടപടി ആരംഭിക്കുന്നു. അത് ശരിയാണ്. രാജാവിൽ നിന്ന് അനുമതിയില്ല. നോർത്ത് കരോലൈനയിലെ ഗവർണർ ഈഡനുമായി അഗ്രിമെൻ്റ് ഇല്ല. വെറും മസ്കറ്റുകൾ, ഉത്തരവുകൾ, വളരെ ശക്തമായ വിദ്വേഷം. ദൗത്യം നയിക്കാൻ അദ്ദേഹം റോയൽ നേവിയിലെ ലഫ്റ്റനന്റ് റോബർട്ട് മെയ്നാർഡിനെ ഉപയോഗിക്കുന്നു. ഉരുക്ക് ഞരമ്പുകളും ഏറ്റവും പ്രധാനമായും ആഴത്തിലുള്ള കടമബോധവുമുള്ള കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മെയ്നാർഡ്. കൊളോണിയൽ രേഖകൾ കടന്ന് അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധമായ കടൽ കൊള്ളക്കാരനെ ഇല്ലാതാക്കാൻ പറയുമ്പോൾ അദ്ദേഹം പതറുന്നില്ല. 2 പായ്ക്കപ്പലുകൾ വേഗത്തിൽ തയ്യാറാക്കുന്നു. ജെയിനും റേഞ്ചറും. അവ ഭാരം കുറഞ്ഞതും വേഗതയുള്ളതും 60 സായുധ നാവികരും മറൈൻ സൈനികരും നിറഞ്ഞതുമാണ്. ഭാരമേറിയ പീരങ്കികളൊന്നുമില്ല. ഈ കപ്പലുകൾ നുഴഞ്ഞുകയറാനും വേഗത്തിൽ കയറാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. വളരെ സൂക്ഷ്മമല്ല, പക്ഷെ ഫലപ്രദമാണ്. ഇതൊരു വാൾപോരാട്ടമായിരിക്കുമെന്നും ഒരു വിശാലമായ യുദ്ധമല്ലെന്നും മെയ്നാർഡിന് അറിയാം. അതേസമയം ബ്ലാക്ക് ബേർഡ് ഒക്രാക്കോക് ഇൻലെറ്റിൽ നങ്കൂരമിട്ടിരിക്കുന്നു. എല്ലാ കണക്കുകളും അനുസരിച്ച് വിശ്രമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അല്പം വിശ്രമിച്ചിരിക്കാം. 1718 നവംബർ 15 വ്യാപനാണ്. അദ്ദേഹം കുറച്ച് യാത്ര തുടരുന്നു. കൂടുതൽ മദ്യപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സഖ്യ ആളികളുടെ വലയം ചുരുങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ താടി പോലും ഇപ്പോഴും നാടകീയവും ഇതിഹാസവുമാണ്. അവയൊക്കെ ചെറുതായി നരച്ചിരിക്കുന്നു. മെയ്നാർഡ് വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും സംശയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്ത ലഭിച്ചിരുന്നു എന്ന് ചിലർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മാപ്പ് ഏതെങ്കിലും ഔപചാരിക ആക്രമണത്തിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്ന് മറ്റുള്ളവർ കരുതുന്നു. എന്തായാലും റോയൽ നേവി ഒടുവിൽ ഇൻലെറ്റിലേക്ക് കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ബ്ലാക്ക് ബേർഡ് പൂർണ്ണ ശക്തിയിലല്ല.
അദ്ദേഹത്തിന് ഒരു കപ്പലും ഏതാണ്ട് 20-25 ആളുകളും മാത്രമേ ഉള്ളൂ. 1718 നവംബർ 22 രാവിലെ മെയ്നാഡിൻ്റെ ചെറിയ പായ് കപ്പലുകൾ നിശബ്ദമായി ഒക്രാക്കോക്കിലേക്ക് വഴുതി വീഴുന്നു. കാറ്റ് കുറവാണ്, വെള്ളം ശാന്തമാണ്, വേദി ഒരുങ്ങിയിരിക്കുന്നു. പക്ഷേ ഒഴിഞ്ഞുനോട്ടമൊന്നുമില്ല. ബ്ലാക്ക് ബേർഡ് അവരെ ഉടൻ തന്നെ കണ്ടെത്തുന്നു. ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കടൽ കൊള്ളക്കാരുടെ യുദ്ധങ്ങളിൽ ഒന്നാണ് ഇവിടെ ആരംഭിക്കുന്നത്. ബ്ലാക്ക് ബേർഡ് ആദ്യം വെടിവെക്കുന്നു. അത് റേഞ്ചർ എന്ന ചെറിയ കപ്പൽ കീറിമുറിച്ച് തത്സമയം തകർക്കുന്നു. മെയ്നാഡിൻ്റെ ശേഷിക്കുന്ന കപ്പലായ ജെയിൻ മുന്നോട്ട് നീങ്ങുന്നു. തിരിച്ചുള്ള വെടിവയ്പ്പില്ല, പീരങ്കികളൊന്നുമില്ല. അവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ബ്ലാക്ക് ബേർഡ് അനുമാനിക്കുന്നു. അദ്ദേഹം തൻ്റെ ആളുകളെ കപ്പലിൽ കയറാൻ കൽപ്പിക്കുന്നു. എന്നാൽ മെയ്നാഡിന് ഒരു പദ്ധതിയുണ്ട്. അദ്ദേഹം തൻ്റെ മുഴുവൻ ആളുകളെയും ഡെക്കിന് താഴെ ഒളിപ്പിച്ചിരിക്കുന്നു. കപ്പൽ ഏതാണ്ട് ശൂന്യമാണെന്ന് തോന്നുന്നു. ചക്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് നാവികർ മാത്രം. ബ്ലാക്ക് ബേർഡിൻ്റെ സംഘം കപ്പലിൽ ചാടുമ്പോൾ മെയ്നാഡ് സിഗ്നൽ നൽകുന്നു. ബൈനറ്റുകളുമായി കോപാകുലരായ ഡസനുകണക്കിന് റോയൽ നേവി നാവികർ താഴെ നിന്ന് ചാടി വീഴുന്നു. പോരാട്ടം ക്രൂരമാണ്. വാളുകൾ ഏറ്റുമുട്ടുന്നു. പിസ്റ്റളുകൾ മുഴങ്ങുന്നു. ഡെക്കുകൾ മൃദുവായും ചുവപ്പായും മാറുന്നു. ഉയരമുള്ള കാട്ടുകണ്ണുള്ള ബ്ലാക്ക് ബിയർഡ് ഒരു ഭ്രാന്തനെ പോലെ പോരാടുന്നു. അയാൾ മെയ്നാഡിനെ 2 തവണ വെടിവെച്ചു. പക്ഷേ ഓഫീസർ എങ്ങനെയോ മുന്നോട്ടുപോയി രക്ഷപ്പെട്ടു. ഒരു റിപ്പോർട്ട് പ്രകാരം ബ്ലാക്ക് ബിയർഡിന് 5 തവണ വെടിയേറ്റു. 20-ലധികം തവണ കുത്തേറ്റു. എന്നിട്ടും അയാൾ വീഴാതെ ആടിക്കൊണ്ടേയിരുന്നു. വെറും കൈകൾ കൊണ്ട് അയാൾ വാളുകൾ പൊട്ടിക്കുന്നു. രക്തത്തിലൂടെ നടന്നുകൊണ്ട് അയാൾ ചിരിക്കുന്നു. വീഴാൻ അയാൾ വിസമ്മതിക്കുന്നു. ഇതിലെത്രത്തോളം മിഥ്യയാണെന്നറിയില്ല. എന്നാൽ മിക്കവരും സമ്മതിക്കുന്നു. ബ്ലാക്ക് ബിയർഡ് എളുപ്പത്തിൽ മരിച്ചില്ല. ഒടുവിൽ മെയ്നാഡിൻ്റെ ആളുകളിൽ ഒരാൾ ബ്ലാക്ക് ബിയർഡിൻ്റെ കഴുത്തിലൂടെ തുളച്ചുകയറിയ ഒരു വാൾ പ്രഹരമേൽപ്പിക്കുന്നു. അയാൾ ഡെക്കിലേക്ക് വീഴുന്നു. അയാളുടെ താടിയിലെത്തി ഒടുവിൽ എന്നേക്കുമായി അണഞ്ഞു. ആ മരണം ഉറപ്പാക്കണമെന്നാഗ്രഹിക്കുന്നതിനാൽ മെയ്നാഡ് അവനെ ശിരച്ഛേദം ചെയ്യുന്നു. ബ്ലാക്ക് ബിയർഡിൻ്റെ തല ഒരു വിചിത്രമായ ട്രോഫി പോലെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അവൻ്റെ ശരീരമോ കടലിലേക്കെറിയപ്പെട്ടു. അയാളുടെ തലയില്ലാത്ത മൃതദേഹം കപ്പലിന് ചുറ്റും 3 റൗണ്ട് നീന്തിയെന്ന വിചിത്രമായ ചെറിയ കഥയുണ്ട്. പക്ഷേ അത് അസംബന്ധമായിരിക്കാം. പോരാട്ടം പോലെ തന്നെ ഭീകരമാണ് അനന്തരഫലങ്ങൾ. മെയ്നാഡിൻ്റെ സംഘം കടൽ കൊള്ളക്കാരുടെ സ്വത്തുക്കൾ തപ്പുന്നു. അവർ കത്തുകൾ കണ്ടെത്തുന്നു. ഗവർണർ ഈഡൻ തന്നെ എഴുതിയതായിരിക്കാം. അഴിമതി സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ഇന്ധനം. വെടിമരുന്നിൻ്റെ പർവ്വതങ്ങൾ, പണക്കെട്ടുകൾ, 1 ഡസനിലധികം വാളുകളും എന്നിവയും അവർ കണ്ടെത്തുന്നു. പക്ഷേ ശരിയല്ലേ? വിർജീനിയയിൽ തിരിച്ചെത്തിയ സ്പോർട്സ്വുഡ് ഹാംപ്ടൺ തുറമുഖത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു തൂണിൽ ബ്ലാക്ക് ബിയർഡിൻ്റെ തല കെട്ടിത്തൂക്കിയിട്ടു. ആഴ്ചകളോളം കടന്നുപോകുന്ന ഓരോ നാവികനെയും നിശബ്ദമായും താടിവെച്ചും ഈ തല സ്വാഗതം ചെയ്യുന്നത് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതുപോലെ ആയിരുന്നു. നിങ്ങൾ രാജാവിനെ എതിർക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ടും എല്ലാവരും ആർപ്പ് വിളിക്കുന്നില്ല. നോർത്ത് കരോലൈനയുടെ ഗവർണർ ഈഡൻ ദേഷ്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി അതിർത്തികൾ കടന്നു മാപ്പ് ലഭിച്ച ഒരു പൗരനെ കൊലപ്പെടുത്തി ഒരു മര്യാദ കുറിപ്പ് പോലും അയച്ചില്ല. നിയമപരമായ പ്രത്യാഘാതങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നു. എന്നിട്ടും സ്പോർട്സ്വുഡ് പതിവ് പോലെ പരാതികളെ അവഗണിക്കുന്നു. എന്നിട്ടും ബ്ലാക്ക് ബിയർഡിൻ്റെ ഇതിഹാസം വളരുകയാണ്. ചിലർ അദ്ദേഹത്തിൻ്റെ മരണം വ്യാജമാണെന്ന് പറയുന്നു. മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ പ്രേതം ഇപ്പോഴും ഒക്രാക്കോക്കിൻ്റെ തീരത്ത് നടക്കുന്നുവെന്നും മൂടലിൽ തീക്കണൽ പോലെ തിളങ്ങുന്ന താടിയുണ്ടെന്നും മന്ത്രിക്കുന്നു. ഫ്രിഞ്ച് വിശ്വാസികൾ പോലും അദ്ദേഹത്തിൻ്റെ നിധി സമീപത്ത് കുഴിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ശാപങ്ങളാലും തലയില്ലാത്ത രക്ഷിതാക്കളുമാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിചിത്രമായ കാര്യമെന്തെന്നാൽ മെയ്നാഡിൻ്റെ ജീവനക്കാരിൽ നിന്നുള്ള കപ്പൽ രേഖകൾ നോക്കിയാൽ ബ്ലാക്ക് ബിയർഡിൻ്റെ അതിജീവിച്ച ചിലർ പറയുന്നത് ബ്ലാക്ക് ബിയർഡ് അവരെ നിർബന്ധിച്ച് കടൽ കൊള്ളക്കാർ ആക്കിയതാണെന്നാണ്. ഒരുപക്ഷെ ബ്ലാക്ക് ബിയർഡിൻ്റെ അവസാന സമ്മാനം അവർക്കൊരു ഒഴുകുകഴിവായിരുന്നിരിക്കാം. എഡ്വേർഡ് ടീച്ചിൻ്റെ ജീവിതം അങ്ങനെ അവസാനിക്കുന്നു. അത് അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ താടിയില്ലാതായേക്കാം. അദ്ദേഹത്തിൻ്റെ കപ്പൽ കടലിനടിയിലാണ്. പക്ഷേ കഥയെന്താണ്? അത് ഇപ്പോഴാരംഭിക്കുന്നു. അങ്ങനെ ബ്ലാക്ക് ബിയർഡ് എന്ന ഇതിഹാസം മരിച്ചു. മെയ്നാഡിൻ്റെ കപ്പലിൻ്റെ ബോസ്പ്രിറ്റിൽ ബ്ലാക്ക് ബിയർഡിൻ്റെ തല പതുക്കെ ആടുന്നു. അത് ചെസാപീക്ക് ഉൾക്കടലിലെ കലങ്ങിയ വെള്ളത്തിലൂടെ തെന്നി നീങ്ങുന്നു. താടി ഇപ്പോൾ കടുപ്പമേറിയതും
മങ്ങിയതുമാണെങ്കിലും ഇപ്പോഴും വെടിമരുന്നിൻ്റെ നേരിയ ഗന്ധം നിലനിർത്തുന്നു. വിർജീനിയയുടെ കൊളോണിയൽ ഗവർണർ അലക്സാണ്ടർ സ്പോർട്സ്വുഡ് ഒരുപക്ഷേ തൻ്റെ വിഗ് പോളിഷ് ചെയ്ത് ഒരാഘോഷ തുറമുഖം സജ്ജമാക്കുകയാണ്. ദൗത്യം പൂർത്തിയായി. അധോ അല്ലയോ? കാരണം ബാത്തിലും ചാൾസ്റ്റണിലും, പ്രത്യേകിച്ച് കാരലൈൻസിലെ തീരപ്രദേശങ്ങളിലും ഒരു വിചിത്രമായ കാര്യം സംഭവിക്കുന്നു. ബ്ലാക്ക് ബിയേർഡിനെക്കുറിച്ചുള്ള ഭയം ആ മനുഷ്യനോടൊപ്പം മരിക്കുന്നില്ല. അതിനുപകരം അത് വളരുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ഛേദിക്കപ്പെട്ട തല ഒരു ഭയാനകമായ വിനോദസഞ്ചാര ആകർഷണമായി മാറുന്നു. നാട്ടുകാർ കരുക്കൾ തുടച്ചു നീക്കാൻ വരുന്നു. നാവികർ സ്വയം കടന്നുപോകുന്നു. കുട്ടികൾ അതിന്മേൽ തുപ്പാൻ ധൈര്യപ്പെടുന്നു. ഒടുവിൽ അത് ക്ഷയിക്കുകയും തുറമുഖത്തേക്ക് അനാദരവായി വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നാടോടി കഥയെ ആശ്രയിച്ച് അത് വില്യംസ്ബർഗിലെ ഒരു മദ്യപാലയുടെ പടിയിൽ കുഴിച്ചിടപ്പെടുന്നു. മദ്യപാനികളോട് എന്നേക്കുമായി രഹസ്യങ്ങൾ മന്ത്രിക്കാൻ ശപിക്കപ്പെട്ടവനായിരിക്കുന്നു. അതേസമയം രഹസ്യങ്ങൾ പരക്കാൻ തുടങ്ങുന്നു. ബ്ലാക്ക് ബിയേർഡിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് അദ്ദേഹം ഉപേക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ചും. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിധി, അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ. കൂടുതൽ നിലനിൽക്കുന്ന നിഗൂഢതകളിൽ ഒന്ന് ഗവർണർ ചാൾസ് ഈഡനെയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ടോബിയാസ് നൈറ്റിനെയും ചുറ്റിപ്പറ്റിയുള്ളതാണ്. ബ്ലാക്ക് ബിയേർഡിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരസ്യമായി മാപ്പ് നൽകിയ രണ്ടുപേരായിരുന്നു ഇവർ. ഇപ്പോൾ അദ്ദേഹവുമായി ഗൂഢാലോചന നടത്തിയതിന് സംശയിക്കപ്പെടുന്നു. മെയ്നാഡിൻ്റെ കപ്പലിൽ കത്തുകൾ കണ്ടെത്തി. ഒന്ന് നൈറ്റിനെ അഭിസംബോധന ചെയ്തതും മറ്റൊന്ന് ഈഡൻ്റെ മുദ്ര വച്ചതും. അവ വ്യാപാര ഇടപാടുകൾ, ചരക്ക് നീക്കം എന്നിവയെക്കുറിച്ചും വരികൾക്കിടയിൽ വായിച്ചാൽ മാത്രം സംശയാസ്പദമായി തോന്നുന്ന തരത്തിലുള്ള നിഗൂഢ ക്രമീകരണങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. ഈ കഥ എത്ര ആഴത്തിലാണെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നുണ്ട്. സ്പോർട്സ്വുഡിൻ്റെ ഒരു അപവാദ പ്രചാരണത്തിൽ ഈഡനും നൈറ്റും കുടുങ്ങിപ്പോയതാണോ? അതോ കടൽക്കൊള്ള, രാഷ്ട്രീയം, വ്യക്തിപരമായ നേട്ടം എന്നിവയുടെ ഒരു സുഖകരമായ ഭാഗമായിരുന്നു അവർ? ആ സമയത്ത് സ്പോർട്സ്വുഡ് എന്തോ കണ്ടുപിടിച്ചെന്ന് കരുതുന്നു. അയാൾ നൈറ്റിനെ കോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഈ സ്കാൻഡൽ പൂർണ്ണമായി തുറന്നു കാണിക്കാനുള്ള ആവേശത്തോടെ. പക്ഷെ കാര്യങ്ങൾ അയാൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല. ജൂറി തോൾകുലുക്കുന്നു. നൈറ്റ് തൻ്റെ പദവിയിൽ തുടരുന്നു. എല്ലാം കൊളോണിയൽ ബ്യൂറോക്രസി എന്ന മൂടൽമഞ്ഞിൽ അലിഞ്ഞുപോകുന്നു. ഏറ്റവും വിചിത്രമായ ഭാഗങ്ങളിലൊന്നെന്തെന്നാൽ, നോർത്ത് കാരോളൈനയിലേക്ക് കടക്കാൻ സ്പോർട്സ്വുഡിന് ലണ്ടനിൽ നിന്ന് ആധികാരിക അനുമതി ലഭിച്ചിരുന്നില്ല. സാങ്കേതികമായി അദ്ദേഹം നിയമവിരുദ്ധമായ ഒരു അധിനിവേശം നടത്തി. എന്നാൽ അപ്പോഴേക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വിഷമിക്കേണ്ട പല വലിയ കാര്യങ്ങളുമുണ്ടായിരുന്നു. സ്പോർട്സ്വുഡ് സൈലൻ്റായി അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. കൈത്തണ്ടയിൽ അടിയില്ല, വിചാരണയില്ല, മരിച്ചുപോയൊരു കടൽക്കൊള്ളയും ഉത്തരം ലഭിക്കാത്ത ധാരാളം ചോദ്യങ്ങളും മാത്രം. ബാത്തിൽ തിരിച്ചെത്തിയ ബ്ലാക്ക് ബിയേർഡിൻ്റെ വിധവ ചരിത്രരേഖയിൽ നിന്ന് അപ്രത്യക്ഷയായി. ചിലർ അവൾ പുനർവിവാഹം കഴിച്ച് ശാന്തമായ ജീവിതം നയിച്ചു എന്ന് പറയുന്നു. മറ്റുള്ളവർ അവളെ പുറത്താക്കുകയോ ഭർത്താവിൻ്റെ പാപങ്ങൾക്ക് കുറ്റപ്പെടുത്തുകയോ ചെയ്തുവെന്ന് അവകാശപ്പെടുന്നു. ഒരു റോസാപ്പൂവ് ആ കടലിലേക്കെറിയാൻ അവൾ വർഷത്തിലൊരിക്കൽ ഉക്രാക്കോക്കിലേക്ക് മടങ്ങിയെത്തിയിരുന്നു എന്ന് ഒരു പ്രാദേശിക ഇതിഹാസ കഥ പോലുമുണ്ട്. ഒരു വിചിത്രമായ കഥയെന്തെന്നാൽ, ബ്ലാക്ക് ബിയേർഡിൻ്റെ മരണത്തിന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ബാത്തിലെ ഒരു പള്ളിമണി നിഗൂഢമായി അപ്രത്യക്ഷമായി. ബ്ലാക്ക് ബിയേർഡ് മരണത്തിൽ നിന്ന് മടങ്ങിവന്ന് തൻ്റെ പ്രേതക്കപ്പലിനായി അത് മോഷ്ടിച്ചുവെന്ന് നാട്ടുകാർ തമാശ പറഞ്ഞു. പക്ഷേ കൂടുതൽ സാധ്യത, ശക്തമായ കൈകളുള്ള ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് അത് കവർന്നതാകാം. ബ്ലാക്ക് ബിയേർഡിൻ്റെ പതനത്തിനു ശേഷം കടൽ കൊള്ളക്കാർ ചിതറിപ്പോയി എന്ന് നിങ്ങൾ കരുതിയേക്കാം. അതെ, പലരും അങ്ങനെ ചെയ്തു. 1720കളിൽ കടൽക്കൊള്ളയ്ക്കെതിരെ വലിയ തോതിലുള്ള നടപടിയുണ്ടായി. റോയൽ നേവി പെട്രോളിംഗ് വർദ്ധിച്ചു, കോട്ടകൾ നവീകരിച്ചു, തീരദേശ ഗവർണർമാർ കൂടുതൽ സ്ട്രിക്റ്റ് ആകുകയും ചെയ്തു. എന്നാൽ ബ്ലാക്ക് ബിയേർഡിൻ്റെ പ്രശസ്തി ആരംഭിക്കുകയായിരുന്നു. അറ്റ്ലാന്റിക് മരത്തിൻ ആകെ പത്രങ്ങളിലും നാവികരുടെ മദ്യശാലകളിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ പ്രചരിച്ചു. അദ്ദേഹം അവിടുത്തെ പോസ്റ്ററുകളിലെ പിശാചായും ആൻറ്റി റൊമാൻറ്റിക് ഹീറോയായും മാറി.
ഒരു പതിപ്പ് അദ്ദേഹം കടൽഭൂതങ്ങളുമായി കരാറുകളുണ്ടാക്കിയതായി അവകാശപ്പെട്ടു. വെടിയുണ്ടകൾക്ക് അദ്ദേഹം അതീതനാണെന്നും മറ്റൊരാൾ തറപ്പിച്ചു പറഞ്ഞു. ചിലർ അദ്ദേഹത്തിന് സ്രാവുകളോട് സംസാരിക്കാൻ കഴിയുമെന്നുപോലും പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പിടിക്കപ്പെട്ടിരുന്നു. ബ്ലാക്ക്ബിയർഡിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ജെന്റിൽമാൻ പൈറേറ്റായ സ്റ്റെഡ് ബോണറ്റ് പിടിക്കപ്പെടുകയും ചാൾട്ടണിൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. വധശിക്ഷയ്ക്ക് മുൻപ് അദ്ദേഹം കരഞ്ഞതായി തോന്നുന്നു. എന്നാൽ ബ്ലാക്ക്ബിയർഡിന്റെ ഇതിഹാസം എല്ലാവരുടെ മേൽ തെളിഞ്ഞു. വിചിത്രമായ രീതിയിൽ അത് ആധുനിക കടൽ കൊള്ളക്കാരുടെ മിഥിന് ഒരുതരം ബ്ലൂ പ്രിന്റ് സൃഷ്ടിച്ചു. ഇരുണ്ട കണ്ണുകൾ, ജ്വലിക്കുന്ന താടി, സാമ്രാജ്യങ്ങളെ ധിക്കരിച്ച് തിരമാലകൾക്കടിയിൽ അപ്രത്യക്ഷമായ മനുഷ്യൻ. ഫിക്ഷൻ രചയിതാക്കൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് പ്രേതകഥകൾ ശരിക്കും കുന്നുകൂടാൻ തുടങ്ങുന്നത്. ഒക്രാകോക്കിന്റെ തീരത്ത് അദ്ദേഹത്തിന്റെ ആത്മാവ് വേട്ടയാടുന്നുണ്ടെന്ന് നാട്ടുകാർ സത്യം ചെയ്യുന്നു. കൊടുങ്കാറ്റ് രാത്രികളിൽ ഒരു അദൃശ്യ കപ്പലിന്റെ ഡെക്കിൽ ബൂട്ടുകൾ സഞ്ചരിക്കുന്നത് എപ്പോഴും കേൾക്കാമെന്ന് അവർ പറയുന്നു. പ്രവേശന കവാടത്തിന് മുകളിലൂടെ ഒരു വിചിത്രമായ മൂടൽമഞ്ഞ് ഉരുളുന്നത് കണ്ടാൽ ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഒരു വിളക്ക് കത്തിക്കരുത് എന്ന് മറ്റുള്ളവർ അവകാശപ്പെടുന്നു. താടി നിങ്ങളെ കണ്ടെത്തും. പരമ്പരാഗതമായി പറയുന്ന ബ്ലാക്ക്ബിയർഡ് ഹിസ്റ്ററി മേക്കിലാത്തി കാര്യങ്ങളില്ല. ഒരുപക്ഷെ ഏറ്റവും വിചിത്രമായ ബ്ലാക്ക്ബിയർഡ് കഥയേതെന്നാൽ 1794 ബാത്തിന് സമീപം കുഴിച്ചിരുന്ന ഒരു കർഷകൻ അവകാശപ്പെട്ടിരുന്നു അയാൾ ഒരു പഴയ മരത്തിനടിയിൽ കുഴിച്ചിട്ട സ്പാനിഷ് സ്വർണ്ണപ്പെട്ടി കണ്ടെത്തിയെന്ന്. അടയാളങ്ങളില്ല, വിശദീകരണമില്ല, ഒരു പെട്ടി മാത്രം. അയാൾ ആരോടും പറഞ്ഞില്ല. പിന്നീട് അയാൾ ധാരാളം മദ്യപിച്ച് ലക്ക് കെട്ടപ്പോൾ എല്ലാവരോടും പറഞ്ഞു. പെട്ടെന്ന് ആ പെട്ടി അപ്രത്യക്ഷനായി. അങ്ങനെയൊരു പെട്ടികഥ നിലനിന്നിരുന്നോ എന്ന് ചരിത്രകാരന്മാർ സംശയിക്കുന്നു. ബ്ലാക്ക്ബിയർഡിനെ കുഴിച്ചിട്ട ഏറ്റവും വലിയ നിധി അദ്ദേഹത്തിന്റെ സ്വന്തം പ്രശസ്തിയായിരുന്നു. കാലക്രമേണ ചിതറിക്കിടന്ന, വളച്ചൊടിച്ച, എന്നേക്കുമായി വേട്ടയാടപ്പെട്ട, പക്ഷേ ഒരിക്കലും പൂർണ്ണമായി കണ്ടെത്തപ്പെടാത്തതും. എന്നിട്ടും പ്രേതകഥകൾ, കോടതി രേഖകൾ, പഴങ്കഥകൾ എന്നിവയ്ക്ക് കീഴിൽ ഒരു സത്യം പുറത്തുവരുന്നു. എഡ്വാർഡ് ടീച്ച് ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു. ബുദ്ധിമാനായ, ക്രൂരനായ, കരിസ്മാറ്റിക്കായ, മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു കൗശലക്കാരൻ. പക്ഷേ അവന്റെ താടിയോ, ഓ, ആ താടി ഒരിക്കലും മരിക്കില്ല. അങ്ങനെ ആ മനുഷ്യൻ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. പക്ഷെ കെട്ടുകഥ അതിന്റെ പിടി മുറുക്കുന്നു. 1719 ആയപ്പോഴേക്കും ബോസ്റ്റൺ മുതൽ ലണ്ടൻ വരെയുള്ള കൊളോണിയൽ പത്രങ്ങൾ ബ്ലാക്ക്ബിയർഡിന്റെ അവസാന യുദ്ധത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന വിവരണങ്ങൾ അച്ചടിക്കാൻ തുടങ്ങി. വിശദാംശങ്ങളിൽ ആർക്കും യോജിക്കാൻ കഴിയില്ല. അയാൾക്ക് 12 മസ്കറ്റ് തോക്ക് വെടിയുണ്ടകൾ നെഞ്ചിൽ തറച്ചിരുന്നു എന്ന് ചിലർ വാദിക്കുന്നു. മരിക്കുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുവെന്ന് മറ്റൊരാൾ പറയുന്നു. കടലിനെ തിളപ്പിക്കുന്ന ഒരു ശാപം പോലെ അദ്ദേഹം അലറി വിളിച്ചുവെന്ന് മൂന്നാമൻ വാദിക്കുന്നു. തീർച്ചയായും ചരിത്രകാരന്മാർ കണ്ണുകളുരുട്ടുന്നു. പക്ഷേ പൊതുജനങ്ങൾ അത് വിശ്വസിക്കുന്നു. പിന്നെ ആ ഛേദിക്കപ്പെട്ട തലയോ? അത് മാസങ്ങളോളം പ്രദർശനത്തിൽ തുടരുന്നു. വിർജീനിയയിലെ ഹാംപ്ടണിലേക്കുള്ള പ്രവേശന കവാടത്തിലെ ഒരു തൂണിൽ അത് തൂങ്ങിക്കിടക്കുന്നു. കടൽക്കൊള്ളക്കാർക്കുള്ള ഭയാനകമായ മുന്നറിയിപ്പും വളരെ സംശയാസ്പദമായ പൗരാലങ്കാരവുമാണ്. ചില സ്രോതസ്സുകൾ പ്രകാരം ഭയമോ ശീലമോ കാരണം പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ അതിലേക്ക് തൊപ്പികൾ ചാർത്തുമായിരുന്നു. അതെ, ബ്ലാക്ക്ബിയർഡിന്റെ തല കടന്നുപോകുന്ന കപ്പലുകളോട് മന്ത്രിക്കുമെന്നും അതിന്റെ തടിയല്ലെ കാട്ടിൽ ഞെരുങ്ങുമെന്നും ഒരു കഥയുണ്ട്. ഭയങ്കരമാണോ? തീർച്ചയായും. ചരിത്രപരമാണോ? ഒരു പക്ഷേ അല്ല. പക്ഷേ നിർബന്ധിതമാണോ? ആർക്കും കൃത്യമായി അറിയില്ല. അതിനിടയിൽ പരിഭ്രാന്തി പടരുന്നു. ബ്ലാക്ക്ബിയർഡിന്റെ മരണവാർത്ത കോളനിവാസികളെ സുരക്ഷിതരാക്കി മാറ്റുന്നില്ല. അത് വിപരീതമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊല്ലാൻ കഴിയുമെങ്കിൽ എല്ലാ കടൽക്കൊള്ളക്കാരെയും കൊല്ലാൻ കഴിയും. കടൽക്കൊള്ളക്കാർ നിരാശരും കൂടുതൽ ക്രമരഹിതരുമാകുന്നു. വ്യാപാര കപ്പലുകളിലും തീരദേശ പട്ടണങ്ങളിലും അവർ പെട്ടെന്നും ക്രൂരവുമായ ആക്രമണങ്ങൾ നടത്തുന്നു. അത്ര അറിയപ്പെടാത്ത ഒരു ചരിത്ര വസ്തുത എന്തെന്നാൽ ബ്ലാക്ക്ബിയർഡിന്റെ മരണശേഷം റോയൽ നേവി മുൻ കടൽക്കൊള്ളക്കാരെ വിവരദാതാക്കളായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ ചേരുക, അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെടും എന്നായിരുന്നു റോയൽ നേവിയുടെ ഓഫർ. ചിലർ മനസ്സില്ലാതെ സ്വീകരിക്കുന്നു. മറ്റു ചിലർ അപ്രത്യക്ഷമാകുന്നു. ചിലർ റം ബാരലുകളിൽ നിഗൂഢമായി മുങ്ങിദുരിക്കുന്നു. കള്ളന്മാർക്കിടയിലുള്ള വിശ്വാസ്യതയ്ക്ക് ഒരു കാലഹരണ തീയതിയുണ്ടെന്ന് വ്യക്തമാകുന്നു. എന്നാൽ നമുക്ക് ആ അവസാന രംഗത്തേക്ക് വീണ്ടും പോകാം. കാരണം അത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. ബ്ലാക്ക്ബിയർഡിന്റെ മരണം ആദ്യകാല അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷങ്ങളിൽ ഒന്നാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം കലാകാരന്മാർ അയാളെ ഒരു രാക്ഷസനെ പോലെ വരയ്ക്കുന്നു. ഭീമാകാരൻ, രക്തരൂക്ഷിതൻ, കോപത്താൽ തിളങ്ങുന്ന കണ്ണുകൾ, ഒരു കൈയിൽ കട്ട്ലാസ്, മറുകൈയിൽ പിസ്റ്റൽ,
ഒരു പതിപ്പിൽ ശിരച്ഛേദിക്കപ്പെട്ട നിലയിൽ അയാൾ ചിരിക്കുന്നു. മറ്റൊരു പതിപ്പിൽ അദ്ദേഹം ഒരു നിഗൂഢമായ അവസാന വരി പറയുന്നു: "നീ നന്നായി ചെയ്തു ലാഡ്" എന്ന് പറഞ്ഞ ശേഷം തളർന്നു വീണു. സമകാലിക വിവരണം ഇതൊന്നും സ്ഥിരീകരിക്കുന്നില്ല. മെയ്നാഡിൻ്റെ റിപ്പോർട്ട് നേരെയുള്ളതും ക്ലിനിക്കലുമായിരുന്നു. പക്ഷെ ഔദ്യോഗിക രേഖകളിലെ നാടകത്തിൻ്റെ അഭാവം കഥാകാരന്മാർക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ കഥകൾ മെനയാനുള്ള അവസരം നൽകുന്നു. പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിചിത്രമായ വിശദാംശം എന്തെന്നാൽ, ബ്ലാക്ക് ബിയർഡിൻ്റെ നെഞ്ചിൽ എപ്പോഴും നിരവധി പിസ്റ്റലുകൾ കെട്ടിയിട്ടിരിക്കാം എന്നതാണ്. 1 2 അല്ല, 6 എണ്ണം. ലോഡ് ചെയ്ത, പ്രൈം ചെയ്ത, വാക്കിംഗ് ഗൺ റാക്ക് പോലെ സാഷുകളിൽ നിറച്ചിരിക്കുന്നു. കാരണം ഫ്ലിൻലോക്ക് പിസ്റ്റലുകൾ വീണ്ടും ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ വെടിവയ്ക്കാൻ കഴിയൂ. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ കപ്പലിൻ്റെ ഡെക്കിൽ പകുതി നാവികസേനയുമായി പോരാടുകയാണെങ്കിൽ വേഗത പ്രധാനമാണ്. അത് അവിശ്വസനീയമായി രസകരമായി കാണപ്പെട്ടു. മുഴുവൻ പീലികളും വിടർത്തിയ ഒരു കടൽ കൊള്ളക്കാരൻ മയിൽ പോലെ. അദ്ദേഹത്തിന്റെ കോട്ടും കത്തികൾ, പൊടി, ഫ്യൂസുകൾ എന്നിവയ്ക്കുള്ള പോക്കറ്റുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം പതുക്കെ കത്തുന്ന ഹെംപ് തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ട് നടന്നിരുന്നു. അത് അദ്ദേഹം യുദ്ധത്തിന് മുമ്പ് കത്തിക്കുകയും മുഖത്ത് പുകയൊഴുകാൻ അനുവദിക്കുകയും ചെയ്യും. ഫലം, സ്വന്തം യുദ്ധത്തിന്റെ മൂടൽമഞ്ഞാൽ ചുറ്റപ്പെട്ട ഒരു മനുഷ്യൻ. ശരീരഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രകടന കലയായിരുന്നു അത്. എന്നാൽ കാഴ്ചയ്ക്കപ്പുറം മൂർച്ചയുള്ള മനസ്സ് പ്രവർത്തിച്ചു. ആക്രമിക്കുന്നതിനു മുമ്പ് ബ്ലാക്ക് ബിയർഡ് പലപ്പോഴും ചർച്ചകൾ നടത്തി. കീഴടങ്ങൾ ആവശ്യപ്പെട്ടു. ന്യായമായ ചികിത്സ വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം കപ്പലുകളിലേക്ക് കത്തുകൾ അയച്ചു. പല ക്യാപ്റ്റന്മാരും എതിർപ്പില്ലാതെ അനുസരിച്ചു. അദ്ദേഹം ഒരു കടൽ കൊള്ളക്കാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു മാനേജറായിരുന്നു. ലോജിസ്റ്റിക്സിലും ആശയവിനിമയത്തിലും നാശന നിയന്ത്രണത്തിലുമെല്ലാം അയാൾ വിദഗ്ധനായിരുന്നു. അദ്ദേഹം ശസ്ത്രക്രിയ വിദഗ്ധരെപ്പോലും കപ്പലിൽ കൈവശം വെച്ചിരുന്നു. അത് ശരിയാണ്. മിക്ക കോളനികളെക്കാളും മികച്ച ആരോഗ്യ സംരക്ഷണമാണ് കടൽ കൊള്ളക്കാർക്കുണ്ടായിരുന്നത്. എന്നിട്ടും അദ്ദേഹം കടലിനെ ഭരിക്കാനാണോ അതോ അതിജീവിക്കാനാണോ ശ്രമിച്ചത് എന്ന് ചരിത്രകാരന്മാർക്ക് ഇപ്പോഴും തീരുമാനിക്കാൻ കഴിയുന്നില്ല. ബ്ലാക്ക് ബിയർഡ് സ്വർണത്തെയോ പ്രശസ്തിയോ പിന്തുടരുന്നില്ലെന്ന് ഒരു സിദ്ധാന്തമുണ്ട്. പ്രത്യേക സിദ്ധാന്തമാണെങ്കിലും അദ്ദേഹം സ്വാതന്ത്ര്യത്തെ പിന്തുടരുകയായിരുന്നു. രാജാക്കന്മാരുടെയും വ്യാപാരികളുടെയും നിയമങ്ങൾക്ക് പുറത്ത് ജീവിക്കാനുള്ള കഴിവ് അത് പാരമ്പര്യമായി ലഭിക്കുന്നതല്ല, വിശ്വസ്തത കൊണ്ട് സമ്പാദിക്കുന്നതായിരുന്നു. വിമതരുടെയും തെമ്മാടികളുടെയും കൊള്ളക്കാരുടെയും ഒരു ഫ്ലോട്ടിംഗ് സമൂഹം സൃഷ്ടിക്കുകയായിരുന്നു അയാൾ. പക്ഷെ അത് നീണ്ടുനിന്നില്ല. പക്ഷേ ഒരു ചെറിയ കാലത്തേക്ക് അത് നിലനിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും ആ സ്വപ്നം തുടർന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷവും കടൽ കൊള്ളക്കാർ ബ്ലാക്ക് ബേർഡിൻ്റെ പേരിനെ പുകഴ്ത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ മറ്റുള്ളവരും അനുകരിച്ചു. 1990കളിൽ നോർത്ത് കാരോലിന തീരത്ത് മുങ്ങൽ വിദഗ്ധർ അദ്ദേഹത്തിൻ്റെ മുങ്ങിപ്പോയ ക്വീൻ ആൻസ് റെവഞ്ച് എന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ആ പുരാവസ്തുക്കളിൽ പവിഴപ്പൂറ്റുകളുമായി ലയിപ്പിച്ച ഒരു പീരങ്കി, ഗ്ലാസ് അപ്പോത്തേക്കറി ജാറുകൾ, ലൈംഗിക രോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്ന ഒരു സിറിഞ്ച് പോലും കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പൈതൃകം? കടൽ കൊള്ള കണ്ടുപിടിച്ചത് ബ്ലാക്ക് ബിയർഡായിരുന്നില്ല. അയാൾ അത്രയും കാലം ജീവിച്ചിരുന്നില്ല. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷവും കടൽ കൊള്ളക്കാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തെയാണ് ആദ്യം ഓർക്കുക. അത്രയും പൂർണ്ണമായും നാടകീയമായും അദ്ദേഹം തൻ്റെ പ്രതിജ്ഞത്തെ സ്വന്തമാക്കി. കാലിക്കോ ജാക്കല്ല, ചാൾസ് വെയിനല്ല, ക്യാപ്റ്റൻ കിഡ് പോലുമല്ല. കത്തുന്ന താടിയും നരകാഗ്നികളുള്ളയും കണ്ണുകളുമുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നു അദ്ദേഹം. കൊളോണിയൽ ലോകം അതിൻ്റെ പിടിമുറുക്കുകയും നാവികസേന ശക്തിയാവുകയും കടൽക്കൊള്ള കുറയുകയും ചെയ്തപ്പോഴും ബ്ലാക്ക് ബിയർഡ് നിലനിന്നു. കഥകളിൽ അമരനായും, ഗോസ്റ്റ് ടെയിൽസിൽ ഭീതിജനകമായും, ഹോളിവുഡിൽ ശാശ്വതമായും. നിങ്ങളൊരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കപ്പലിൽ അതിജീവിച്ചിരിക്കില്ലായിരുന്നു. റം നിങ്ങളുടെ പല്ലുകൾ ചീത്തയാക്കും. അദ്ദേഹം കത്തിച്ച ഫ്യൂസുകൾ ഉപയോഗിച്ച് നിങ്ങളെ പ്രാങ്ക് ചെയ്യും. പീരങ്കിയുടെ റിക്കോയിൽ മൂലം നിങ്ങളുടെ കാലിലെ വിരൽ നഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ അതൊരു നല്ല ജേണൽ എൻട്രിയായി മാറുമായിരുന്നു. ഡേ 3. ക്യാപ്റ്റൻ ഒരു ഞാറപ്പക്ഷിക്ക് നേരെ പീരങ്കി തൊടിച്ചു. വെറുതെ. ബ്ലാക്ക് ബിയർഡിൻ്റെ ഇതിഹാസത്തിൻ്റെ തീ വെടിമരുന്നിലും പുകയിലും നിന്നായിരിക്കാം ആരംഭിച്ചത്. പക്ഷേ കഥ പറച്ചിലായിരുന്നു അതിനെ ഒരു നരകത്തിലേക്ക് നയിച്ചത്. ആ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ കടലിൽ എറിയപ്പെട്ടപ്പോൾ, അവൻ്റെ കഥ ഓരോ തവണ പറയുമ്പോഴും നീളവും വിചിത്രവും ധൈര്യമുള്ളതുമായി മാറി. വിചിത്രമെന്ന് പറയട്ടെ, ജീവിതത്തിൽ അവനെ ഏറ്റവും പേടിച്ചിരുന്നവർ തന്നെയാണ് ഇപ്പോൾ മരണശേഷം അവൻ്റെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മദ്യശാലകളിലും വാർഫുകളിലും നാവികർ ഭയങ്കരനായ എഡ്വേർഡ് ടീച്ചിനെക്കുറിച്ചുള്ള കഥകൾ കൈമാറി. പക്ഷേ ഇപ്പോൾ നാവികർ മാത്രമല്ല, ഇംഗ്ലണ്ടിലും കോളനികളിലും ലഘുലേഖകൾ വരാൻ തുടങ്ങി. അത് നാടകീയതയും അർദ്ധസത്യങ്ങളും നിറഞ്ഞതായിരുന്നു. ഇവയിൽ ഏറ്റവും പ്രശസ്തമായത് 1724 ൽ
ക്യാപ്റ്റൻ ചാൾസ് ജോൺസൺ പ്രസിദ്ധീകരിച്ച എ ജനറൽ ഹിസ്റ്ററി ഓഫ് ദ റോബറീസ് ആൻഡ് മർഡേഴ്സ് ഓഫ് ദ മോസ്റ്റ് നൊട്ടോറിയസ് പൈറേറ്റ്സ് ആയിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ അയാൾ ഒരു ക്യാപ്റ്റൻ അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഡാനിയൽ ഡെഫോ എന്നാണ്. അതെ, ഡെഫോ, റോബിൻസൺ ക്രൂസോ എഴുതിയ ആ ആൾ. പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നുവെങ്കിലും അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊരു തർക്കവുമില്ല. ബ്ലാക്ക് ബിയേർഡിൻ്റെ ഉൾപ്പെടെ നിരവധി പ്രശസ്തമായ കടൽക്കൊള്ളക്കാരുടെ ഇതിഹാസങ്ങൾ ജനിച്ചത് ഈ പുസ്തകത്തിലാണ്. ജോൺസന്റെ അഭിപ്രായത്തിൽ ബ്ലാക്ക് ബിയേർഡ് 14 ഭാര്യമാരെ വിവാഹിച്ചിരുന്നു. വെടിമരുന്ന് ചേർത്ത റം കഴിച്ചിരുന്നു. ഒരിക്കൽ തൻ്റെ ജോലിക്കാരെ പീഡിപ്പിച്ചുവെന്ന് വരുത്തുവാൻ തൻ്റെ താടിക്ക് തീയിട്ടിരുന്നു. അതിൽ ഭൂരിഭാഗവും അതിശയോക്തിയാണ്. എന്നാൽ ചിലത് വെറും കെട്ടുകഥ. പക്ഷേ വായനക്കാർക്കത് മതിയായില്ല. പൊതുജനങ്ങൾക്ക് കടൽക്കൊള്ളക്കാരുടെ കഥ കേൾക്കാൻ, അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പൈറേറ്റുകൾ അവരുടെ കാലത്തെ പത്രങ്ങളിലെ സെലിബ്രിറ്റികളായിരുന്നു. ബ്ലാക്ക് ബിയേർഡ് പ്രോട്ടോടൈപ്പായി മാറി. അന്ത്യമായ ആൻറ്റി ഹീറോ. അദ്ദേഹം സ്വർണം മോഷ്ടിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ആളുകളുടെ ശ്രദ്ധാകേന്ദ്രം മോഷ്ടിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കഥ വഷളാവാൻ തുടങ്ങി. നാടോടി നാനങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. ചിലർ അദ്ദേഹത്തെ ഒരു ദുരന്ത പോരാളിയായി ചിത്രീകരിച്ചു. മറ്റു ചിലർ അദ്ദേഹത്തെ പിശാചിൻ്റെ കപ്പർ ജോലിക്കാരനായി ചിത്രീകരിച്ചു. ചില ബല്ലാഡുകൾ കൊടുങ്കാറ്റുകളും കപ്പൽ ഛേദങ്ങളും വിളനാശങ്ങളും എന്നിവയ്ക്ക് അദ്ദേഹത്തെ കുറ്റം പറയുന്നു. കരോലിന തീരത്തെ ഓരോ വിശദീകരിക്കാനാവാത്ത അപകടത്തിനും അദ്ദേഹം ഒരു വില്ലനായി മാറി. 18-ാം നൂറ്റാണ്ടിലെ ഒരു മതപ്രഭാഷകൻ ബ്ലാക്ക് ബിയേർഡിൻ്റെ താടിയിൽ മന്ത്ര എണ്ണ അടങ്ങിയിട്ടുണ്ട് എന്നും അത് അദ്ദേഹത്തിന് അസ്വാഭാവിക ശക്തി നൽകുമെന്നും വാദിച്ചു. മറ്റൊരു സിദ്ധാന്തം അദ്ദേഹം തൻ്റെ ആത്മാവിന് ഡേവി ജോൺസിന് വിറ്റു എന്നും വെള്ളി ഉപയോഗിച്ചു മാത്രമേ അദ്ദേഹത്തെ കൊല്ലാൻ പറ്റുകയുള്ളൂ എന്നുമാണ്. ഇത് നിങ്ങൾക്ക് കേട്ട കഥയായി തോന്നുന്നുണ്ടോ? കാരണം ഈ വലിയ കഥകൾ വരാനിരിക്കുന്ന എല്ലാ കടൽക്കൊള്ളക്കാരുടെ ഫാൻറ്റസികൾക്കും അടിത്തറ പാകിയതാണ്. ഈ സമയത്താണ് നിധിവേട്ടക്കാൾ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നത്. കിംവദന്തികൾ പെരുകുന്നു. ബ്ലാക്ക് ബിയേർഡ് ഒരു വലിയ സമ്പന്നനാണെന്ന്. പരശ്മം കോടികളാണ്. സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവയാൽ ധാനികനാണെന്ന് വാർത്ത വരുന്നു. അവയെല്ലാം ഔട്ടർ ബാങ്ക്സിലെവിടെയോ, അവിടെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ബഹാമാസിലോ അല്ലെങ്കിൽ ഉൾനാട്ടിലോ ബി ആകൃതിയിലുള്ള ഒരു വരയുടെ അടയാളപ്പെടുത്തിയ ഒരു മരത്തിനടിയിൽ കുഴിച്ചിട്ടിരുന്നുവെന്ന് കിംവദന്തികൾ പരന്നു. ഭൂപടങ്ങൾ പുറത്തുവരാൻ തുടങ്ങി. അവയിൽ ഭൂരിഭാഗവും പരിഹാസ്യമായി വ്യാജമാണ്. എന്നിട്ടും ആളുകൾ ഇപ്പോഴും അവയെ തേടിപ്പോകുന്നു. ഇന്നും പ്രതീക്ഷയുള്ള സാഹസികർ ബ്ലാക്ക് ബിയേർഡിന്റെ പുരാണനിധി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മെറ്റൽ ഡിറ്റക്ടറുകളും വളരെ വിലയേറിയ കോരികകളുമായി ഒക്രാക്കോക്കിന്റെ മൺകൂനകളിൽ അലഞ്ഞു നടക്കുന്നു. ബ്ലാക്ക് ബിയേർഡ് ധാരാളമായി ചിലവഴിക്കുന്നവനായിരുന്നു. അവൻ തന്റെ കൊള്ള മുതൽ മിക്കവാറും കടൽ കൊള്ളക്കാരുടെ ഇടയിലെ പതിവ് പോലെ പങ്കിട്ടിട്ടുണ്ടാകാമെന്ന് ചരിത്രകാരന്മാർ സംശയിക്കുന്നു. കടൽ കൊള്ളക്കാരുടെ പതിവ് പോലെ അവൻ തന്റെ കൊള്ളയുടെ ഭൂരിഭാഗവും വിഭജിച്ചിരിക്കാം. മണലിൽ ശ്രദ്ധാപൂർവം കുഴികൾ കുഴിച്ച് അതു മറച്ചുവെക്കുവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ചിലരുടെ പ്രതീക്ഷ നിലനിൽക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതത്തിലെ ഈ നിമിഷത്തെ പ്രത്യേകിച്ച് ആകർഷകമാക്കുന്നത് ബ്ലാക്ക് ബിയേർഡ് വില്ലനിൽ നിന്ന് പോപ്പ് സംസ്കാരത്തിന്റെ ഐക്കണിലേക്ക് എത്ര വേഗത്തിൽ മാറുന്നു എന്നതാണ്. 1800കളോടെ അദ്ദേഹം നോവലുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. 1900ന്റെ തുടക്കത്തിൽ അദ്ദേഹം സ്റ്റേജ് നാടകങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. പിന്നെ റേഡിയോ യുഗം വരുന്നു. ഒടുവിൽ തീർച്ചയായും സിനിമ. 1952ൽ ഹോളിവുഡ് നമുക്ക് ബ്ലാക്ക് ബിയേർഡ് ദ പൈററ്റ് തന്നു. വാൾ പോരാട്ടങ്ങൾ, മുഖഭാവങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ, വില്ലന്മാരെന്നിവ നിറഞ്ഞ ഒരു ടെക്നിക്കലർ ദൃശ്യവിരുന്ന്. പിന്നീട് ഡിസ്നി റൈഡുകൾ, കാർട്ടൂൺ പാരഡികൾ, വീഡിയോ ഗെയിമുകൾ എന്നിവയിൽ പോലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. നോർത്ത് കാരോലീന മൈനർ ലീഗ് ബേസ്ബോൾ ടീം ഒരിക്കൽ സ്വയം ഒക്രാക്കോക്ക് ബ്ലാക്ക് ബിയേർഡ്സ് എന്ന് നാമകരണം ചെയ്തു. ഒരിക്കൽ ചാൾസ്റ്റനെ ബോംബ് വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഒരു മനുഷ്യനെ ആദരിക്കുന്നത് ഫാമിലി ഫ്രണ്ട്ലി ഫണ്ണാണെന്ന് ആരും ഒരു കാരണവശാലും പറയില്ല. ബ്ലാക്ക് ബിയേർഡ് ഒരു ഇതിഹാസമാകാൻ ഉദ്ദേശിച്ചിരുന്നു. ചില ചരിത്രകാരന്മാർ വാദിക്കുന്നത് അദ്ദേഹം ബോധപൂർവം തന്റെ പ്രതിച്ചിമ്പ് സൃഷ്ടിച്ചു എന്നാണ്. പുകയുന്ന താടി, നാടകീയ തന്ത്രങ്ങൾ,
അശുഭനമായ പതാക എന്നിവ കേവലം ഭീഷണിയല്ലായിരുന്നു. അവ മാർക്കറ്റിംഗ് ആയിരുന്നു. ആ പദം നിലനിൽക്കുന്നതിനു മുമ്പുള്ള ഒരു ബ്രാൻഡ് തന്ത്രം. മറ്റു ചിലർ പറയുന്നത് ഇതെല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനപ്പുറമായി എന്നാണ്. അദ്ദേഹം കുപ്രസിദ്ധിയിൽ ഇടറി വീഴുകയും തിരമാലയിൽ കയറുകയും ചെയ്ത ഒരു നല്ല നാവികനായിരുന്നുവെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ പലപ്പോഴും ഈ രണ്ടിനും ഇടയിലായിരിക്കാം. ഒരു കാരണവശാലും ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഫലം നിഷേധിക്കാനാവാത്തതാണ്. കാരണം ബ്ലാക്ക് ബിയർഡ് കടൽ കൊള്ളക്കാരനായി. അദ്ദേഹത്തിന്റെ പേരുപോലും ബ്ലാക്ക് ബിയർഡ് ശുദ്ധമായ കഥ പറച്ചിലിൽ നിന്നാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരിനെ വിഴുങ്ങുന്നതായിരുന്നു ആ സ്ട്രോങ് നിക്നെയിം. നമ്മൾ സത്യം പറഞ്ഞാൽ എഡ്വേർഡ് ടീച്ച് എന്ന പേര് ബ്രിട്ടീഷ് എംപയറിന്റെ ഭീതി എന്നതിനേക്കാൾ ഒരു മാത്ത് ട്യൂട്ടറിനെ പോലെയാണ് കേൾക്കുന്നത്. അങ്ങനെ ഇതാ 3 നൂറ്റാണ്ടുകൾക്കു ശേഷം ആ മനുഷ്യൻ എക്കാലത്തേക്കാളും കൂടുതൽ സജീവമാണ്. പുസ്തകങ്ങളിലും മ്യൂസിയങ്ങളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും ബീച്ച് സൈഡ് ക്യാമ്പ് ഫയറിൽ പറഞ്ഞ മന്ത്രിച്ച കഥകളിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ അവശിഷ്ടങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അസ്ഥികൾ വേലിത്താട്ടിനൊപ്പം ഒഴുകിപ്പോയി. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ കുറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇതിഹാസം, സാംസ്കാരിക കടൽത്തീരത്ത് ആഴത്തിൽ നങ്കൂരമിട്ടിരിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ ഒരു മോൺസ്റ്ററായോ, ഒരു റെബലായോ, ഒരു സമർത്ഥനായ തട്ടിപ്പുകാരനായോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട നേതാവായോ കണ്ടാലും ഒരു കാര്യം ക്ലിയറാണ്. മോസ്റ്റ് പൈററ്റ്സിനും സാധിക്കാത്ത ഒരു കാര്യം ബ്ലാക്ക് ബിയർഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ജസ്റ്റ് ഹിസ്റ്ററി ഉണ്ടാക്കിയില്ല, അദ്ദേഹം ഹിസ്റ്ററി തന്നെയായി മാറി. നൂറ്റാണ്ടുകൾ കടന്നുപോകുമ്പോൾ എഡ്വേർഡ് ടീച്ച്, ബ്ലാക്ക് ബിയർഡ്, വീണ്ടും മാറുന്നു. ഇനി അയാൾ ഒരു കടൽ കൊള്ളക്കാരനല്ല, ഒരാശയമായി മാറുന്നു. കലാപത്തിനായുള്ള, വന്യമായ സ്വാതന്ത്ര്യത്തിനായുള്ള, ഓരോ നിയമാനുഷ്ഠാനക്കാരൻ്റെയും തൊലിക്കടിയിൽ മുഴങ്ങുന്ന ആ രുചികരവും അപകടകരവുമായ അങ്ങനെയാണെങ്കിൽ എന്താ എന്ന ഒരു ചോദ്യവുമായി. അപ്പോൾ ബ്ലാക്ക് ബിയർഡ് കഥ വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ അതിശയിക്കാനില്ല. എഴുത്തുകാർ, ചരിത്രകാരന്മാർ, സാഹസികർ എന്നിവർ വ്യത്യസ്ത കോണുകളിൽ നിന്ന് കഥ എഴുതുന്നു. ഓരോരുത്തരും അവസാനത്തേതിനേക്കാൾ ആകർഷകമായാണ് പുതിയ കഥകൾ എഴുതുന്നത്. ആ കഥകളിൽ എവിടെയോ ശരിയായ ആ മനുഷ്യൻ തീരെ എത്തിപ്പെടാൻ കഴിയാത്തവനായി മാറുന്നു. ഒഴുകുന്ന തിരമാലയിൽ നിന്ന് ഒരൊറ്റ സീഷൽ എടുക്കാൻ ശ്രമിക്കുന്നതുപോലെ. എന്നിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നു. ആധുനിക കാലത്ത് നോർത്ത് കാരോലിനയുടെ തീരത്ത് ക്വീൻ ആൻസ് റിവെഞ്ച് അവശിഷ്ടങ്ങളുടെ ഖനനം ഒരു പൂർണ്ണമായ പുരാവസ്തു ഒഡീഷയായി മാറുന്നു. 1996 കണ്ടെത്തിയ ഈ സ്ഥലം പെട്ടെന്ന് പൊതുജനഭാവനയെ പിടിച്ചെടുക്കുന്നു. ഇതാ, ഒരിക്കൽ ബ്ലാക്ക് ബിയർഡ് ഭരിച്ചിരുന്ന ഇതിഹാസ കപ്പൽ വെള്ളത്തിൽ ഇപ്പോഴും വിശ്രമിക്കുന്നു. പവിഴപ്പുറ്റുകളിൽ പൊതിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൽ തെറ്റില്ല. മുങ്ങൽ വിദഗ്ധർ, പുരാവസ്തു ഗവേഷകർ, കൺസർവേറ്റർമാർ എന്നിവർ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നു. പീരങ്കി വെടിയുണ്ടകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ, പ്യൂട്ടർ സ്പൂൺ, അപ്പോത്തിക്കരികൾ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ ലെഡ് വെയ്റ്റ് പോലുള്ള വ്യക്തിഗത ഇനങ്ങൾ. നിധിപ്പെട്ടികളില്ല, തിളങ്ങുന്ന മാണിക്യങ്ങളില്ല. പക്ഷേ എല്ലാം ഒരുപോലെയാണ്. കടലിൽ നിന്ന് വലിച്ചെടുത്ത ഒരു ജീവിതത്തിൻ്റെ കഷണങ്ങൾ എല്ലാം ഒരു ഓർമ്മ പോലെ. ഒരു വിചിത്രമായ കണ്ടെത്തൽ എന്തെന്നാൽ ഒരു മൂത്രാശയ സിറിഞ്ച്, ബലിപക്ഷേ സിഫിലിസ് ചികിത്സിക്കാൻ ഉപയോഗിച്ചിരിക്കാം. ഇതിഹാസ കടൽക്കൊള്ളക്കാർക്ക് പോലും വളരെ മോശമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതിൻ്റെ നിർഭാഗ്യകരമായ ഓർമ്മപ്പെടുത്തലുകളാണിതെല്ലാം. കപ്പൽ മനഃപൂർവ്വം നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ആ ആഴം കുറഞ്ഞ ഇല്ല് തെരഞ്ഞെടുത്തോ അതോ വഞ്ചനാപരമായ ആഴക്കടലുകളെ തെറ്റായി വിലയിരുത്തിയതാണോ എന്ന ചരിത്രകാരന്മാർ ഇപ്പോഴും സംശയിക്കുന്നു. ചിലരത് മനഃപൂർവ്വമാണെന്ന് വാദിക്കുന്നു. കലാപത്തിനെതിരായ ഒരു ഇൻഷുറൻസ് പോളിസി, അല്ലെങ്കിൽ തൻ്റെ ജീവനക്കാരെ കുറയ്ക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ മാർഗം. കൃത്യതയ്ക്ക് പേരുകേട്ട ഒരു മനുഷ്യൻ്റെ അപൂർവ തെറ്റിദ്ധാരണയാണിതെന്ന് മറ്റു ചിലർ കരുതുന്നു. ഏതു വിധേനയും അവശിഷ്ടം അദ്ദേഹത്തിൻ്റെ ഇതിഹാസത്തെ കഥകൾ മാത്രമല്ല മണ്ണിലും ഉറപ്പിക്കുന്നു. കരയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പണ്ഡിതന്മാരും ചരിത്രപ്രേമികളും വലുതും ചെറുതുമായ വിശദാംശങ്ങളെക്കുറിച്ച് വാദിക്കുന്നു. ബ്ലാക്ക് ബേർഡ് ശരിക്കും ക്രൂരനായിരുന്നോ അതോ വെറും നാടകീയനായിരുന്നോ? അദ്ദേഹം അക്രമം ആസ്വദിച്ചിരുന്നോ അതോ
അത് പ്രതിരോധത്തിനുള്ള ഉപകരണമായി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എത്രത്തോളം ഭാഗം ഭാക്ഷിക പ്രകടനമായിരുന്നു. പുറത്തു ലോകത്തോട് ഒരിക്കലും ക്ഷമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൽ ജീവിക്കുന്നത് പുറമേ എത്രത്തോളം കഠിനമായിരുന്നു. പുതിയ സിദ്ധാന്തങ്ങൾ ഉയരുന്നു. ബ്ലാക്ക് ബിയർഡിന് രാഷ്ട്രീയ അഭിലാഷങ്ങൾ അനുഭവിച്ചിരിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. കോളനികളെ, പ്രത്യേകിച്ചും നോർത്ത് കാരോലിന പോലുള്ള സ്ഥലങ്ങളെ പുതിയ എന്തെങ്കിലും നിർമ്മിക്കുന്നതിനുള്ള ഫലഭൂയിഷ്ടമായ മണ്ണായി അദ്ദേഹം കണ്ടു. കടൽ കൊള്ളക്കാർക്കും പുറത്താക്കപ്പെട്ടവർക്കും സ്വതന്ത്രനും ഭാഗ്യാന്വേഷികൾക്കും ഒരു സങ്കേതം, ഒരുതരം ജലസമൃദ്ധമായ റിപ്പബ്ലിക്. ഇതൊരു മോഹിപ്പിക്കുന്ന ആശയമാണ്. ശക്തമായ തെളിവുകളൊന്നുമില്ല, പക്ഷേ അത് മിഥിയുമായി യോജിക്കുന്നു. ബ്ലാക്ക് ബിയർഡ് ഒരു കടൽക്കൊള്ളക്കാരനായ രാജാവ് മാത്രമല്ല, വിപ്ലവകാരിയായ രാജാവുമാണ്. രാജാക്കന്മാർ ഇല്ലാത്ത ഒരു ലോകം സ്വപ്നം കണ്ട ഒരാൾ. അതേസമയം ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ശാന്തമായ സെമി റിട്ടയർമെൻ്റ് ഒളിത്താവളമായിരുന്ന ബാത്ത് പട്ടണം അദ്ദേഹവുമായുള്ള ബന്ധം എന്നത്തേക്കാളും കൂടുതൽ സ്വീകരിക്കുന്നു. ടൂർ ഗൈഡുകൾ സന്ദർശകരെ നദീതീരങ്ങളിലൂടെ നയിക്കുന്നു. ബ്ലാക്ക് ബിയർഡിൻ്റെ പ്രമേയമുള്ള ഉത്സവങ്ങൾ എല്ലായിടത്തു നിന്നും വസ്ത്രധാരികളായ ആരാധകരെ ആകർഷിക്കുന്നു. കുട്ടികൾ ഫോം കൊണ്ടുണ്ടാക്കിയ വാൾ ധരിച്ച് ഒട്ടിപ്പിടിക്കുന്ന വിരലുകളോടെയും വിടർന്ന പുഞ്ചിരിയോടെയും ഓ എന്ന് മുരളുന്നു. അതിനിടയിൽ ബ്ലാക്ക് ബിയർഡ് വിദ്യാഭ്യാസ പുസ്തകങ്ങളിൽ ഇടം പിടിക്കുന്നു. നാവിഗേഷൻ, കൊളോണിയൽ വ്യാപാരം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ചരിത്രദിനങ്ങൾ സ്കൂളുകൾ ആതിഥേയത്വം വഹിക്കുന്നു. ഒരിക്കൽ തൻ്റെ താടിയിൽ ലൈറ്റ് ഫ്യൂസുകൾ കെട്ടിയിരുന്ന ഒരാളുടെ കഥ. ഓക്രാക്കോഗ് ദ്വീപും അതിൻ്റെ പ്രേതബാധിത ഭൂതകാലത്തെ അവതരിപ്പിക്കുന്നു. കടൽ കൊള്ളക്കാരുടെ ക്രൂ മെമ്പറുകളുടെ പേരിലുള്ള മുറികളുള്ള സത്രങ്ങളിൽ നിങ്ങൾക്കുറങ്ങാം. ടീച്ചിൻ്റെ പ്രതികാരം എന്ന് വിളിക്കപ്പെടുന്ന റം ഗ്ലേസ്ഡ് പന്നിയിറച്ചി റെസ്റ്റോറൻറ്റുകളിൽ വിളമ്പുന്നു. പ്രേത ടൂറുകൾ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും തീരങ്ങളിൽ ചുറ്റിത്തിരിയുന്നതായും തല അതിൻ്റെ ശരീരം തിരയുന്നതായും അല്ലെങ്കിൽ പക്ഷേ അതിൻ്റെ അടുത്ത പ്രേക്ഷകരെക്കുറിച്ചും മന്ത്രിക്കുന്നു. പോപ്പ് സംസ്കാരത്തിൽ കടൽക്കൊള്ളയുടെ കുതിപ്പ് മന്ദഗതിയിലാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ മുതൽ അസാസിൻസ് ക്രീഡ് വരെ ബ്ലാക്ക് ബിയർഡ് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോൾ മുറുമുറുക്കുന്നവനും രക്തരൂക്ഷിതനുമാകാം, ചിലപ്പോൾ മാന്യനും തെറ്റിദ്ധരിക്കപ്പെട്ടവനുമാകാം. ഒരു ഷോ അദ്ദേഹത്തെ സ്വർണ്ണഹൃദയമുള്ള സെൻസിറ്റീവായ ഫാഷൻ ഫോർവേഡ് കവിയാക്കി മാറ്റി. എന്നാലും അടിസ്ഥാന കാര്യം അതുതന്നെ. തൻ്റെ താടിയിൽ ഫ്യൂസ് കത്തിച്ച് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ നോക്കി പേടിപ്പിച്ച ഒരു മനുഷ്യൻ. നമ്മൾ അന്നത്തെ വസ്ത്രധാരണങ്ങളും കാരിക്കേച്ചറുകളും നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം അടിസ്ഥാനപരമായി എന്തോ ഒന്നുണ്ട്. കാരണം ഓരോ അതിശോക്തി കലർന്ന കഥയ്ക്കും ഓരോ ഹാലോവിൻ മുഖമോടിക്കും പിന്നിൽ എന്തോ ഒന്ന് ഒടുങ്ങിക്കിടക്കുന്നു. അയാൾ എന്തിനാണതെല്ലാം ചെയ്തത്? അത് സ്വർണത്തിനു വേണ്ടിയായിരുന്നോ? പ്രശസ്തിക്കു വേണ്ടിയായിരുന്നോ? പ്രതികാരത്തിനു വേണ്ടിയായിരുന്നോ? സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നോ? അതോ രോഗത്തിൽ അദ്ദേഹത്തെപ്പോലുള്ള മനുഷ്യർക്ക് ചുരുക്കം ചില വഴികൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എന്നതുകൊണ്ടായിരുന്നോ അത് അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള ഒരേ ഒരു വഴി? പക്ഷേ ഉത്തരം ഈ കഥകളിൽ തന്നെയാണ്. അവയുടെ നിലനിൽപ്പിൽ, അവയുടെ വികാസത്തിൽ, നമ്മളിപ്പോഴും ചോദിക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്ന വസ്തുതയിൽ. ബ്ലാക്ക് ബിയർഡ് 1818 മരിച്ചു. പക്ഷേ ആളുകൾ കടലിൻ്റെ കഥകൾ പറയുന്നിടത്തോളം അവൻ സഞ്ചരിക്കുന്നു. ഒരു വില്ലനായിട്ടല്ല, ഒരു നായകനായിട്ടുമല്ല, എന്നാൽ വളരെ അപൂർവമായ ഒന്നായി, ജീവിച്ചിരിക്കാത്ത ജീവിതത്തിൻ്റെ പ്രതീകമായി. 21-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോഴേക്കും ബ്ലാക്ക് ബിയർഡ് സമുദ്രചരിത്രത്തിൻ്റെ പൊടിപിടിച്ച താളുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചു. അദ്ദേഹം ഇപ്പോൾ ഒരു ബ്രാൻഡാണ്, ഒരു ഐക്കൺ. റം കുപ്പികളിൽ നിന്ന് പുഞ്ചിരിക്കുന്നു, കോമിക് പുസ്തകങ്ങളിൽ നിന്ന് പുഞ്ചിരിക്കുന്നു, വീഡിയോ ഗെയിമുകളിൽ നിന്ന് അലറുന്നു. കൂടാതെ വൃത്തികെട്ട ടിവിയിൽ നിന്ന് മനോഹരമായി മുഴങ്ങുന്നു. എന്നിരുന്നാലും ലെതർ ട്രെഞ്ച് കോട്ടുകളും വിശദീകരിക്കാനാകാത്ത ഐലൈനറും ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റൈൽ ചെയ്ത അസംബന്ധങ്ങൾക്ക് കീഴിൽ പുരാതനമായി എന്തോ ഒന്ന് ഇപ്പോഴും കഥയിൽ സ്പന്ദിക്കുന്നു. അദ്ദേഹം ധിക്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. വെറുമൊരു ധിക്കാരുമല്ല, അപകടകരമായ തരം. നിങ്ങളുടെ നിയമങ്ങളെല്ലാം ഞാൻ കാണുന്നു, എനിക്കതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന തരം ധിക്കാരം അയാളിൽ കാണുന്നു. കർക്കശമായ ശ്രീണികളുടെയും മാന്യമായ സമൂഹത്തിൻ്റെയും കെട്ടുറപ്പുള്ള പ്രതീക്ഷകളുടെയും ഒരു ലോകത്ത് ബ്ലാക്ക് ബിയർഡ് നഗ്നപാതനായി നടന്നു, കയ്യിൽ വാളുമായി മേശകൾ മറിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും അതിശയകരമെന്ന് പറയട്ടെ, അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് മികച്ചൊരു ഘടനയോടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനുകൾ സംഘടിതമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ ബഹുമാനിക്കപ്പെട്ടു,
അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ശ്രദ്ധാപൂർവം രൂപപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കുപ്രസിദ്ധമായ ക്രൂരത പോലും പണ്ഡിതന്മാർ ഇപ്പോൾ വാദിക്കുന്നത് യഥാർത്ഥ രക്തദാഹത്തേക്കാൾ കൂടുതൽ നാടകീയമായിരിക്കാമെന്നാണ്. ബ്ലാക്ക്ബിയർഡിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളിലും കാരണമില്ലാതെ അദ്ദേഹം തടവുകാരെ കൊന്നതിൻ്റെ തെളിവുകൾ കുറവാണ്. അദ്ദേഹം നിശ്ചയമായും ഭയപ്പെടുത്തി. പക്ഷേ പിന്നീട് അദ്ദേഹം മോചനദ്രവ്യം വാങ്ങുകയും ചർച്ച നടത്തുകയും അത് അദ്ദേഹത്തിന് അനുയോജ്യമായപ്പോൾ കപ്പലുകൾ അവരുടെ ചരക്കുകളുമായി പോകാനും അനുവദിച്ചു. എല്ലാവരുടെ ഇടയിലും ഈ തരത്തിലുള്ള ഭയം തനിക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ ചാൾസ്റ്റൺ ഉപരോധം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 1718 കുപ്രസിദ്ധനായ ബ്ലാക്ക്ബിയർഡ് സൗത്ത് കരോളൈനയിലെ ചാൾസ്റ്റൺ തുറമുഖം ഒരാഴ്ച പോലെ ഉപരോധിച്ച കാലഘട്ടത്തെയാണ് ചാൾസ്റ്റൺ ഉപരോധം എന്ന് പൊതുവെ വിളിക്കുന്നത്. അദ്ദേഹം കപ്പലുകൾ പിടിച്ചെടുക്കുകയും ബന്ദികളാക്കുകയും മരുന്ന് മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു. ചാൾസ്റ്റൺ ഉപരോധ സമയത്ത് അദ്ദേഹം നിധി ആവശ്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന് മരുന്ന് വേണമായിരുന്നു. അത് തൻ്റെ ക്രൂവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുള്ളൊരു ക്യാപ്റ്റനാണ് അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് മൈക്രോ രാഷ്ട്രത്തിൽ മനോവീര്യം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. എന്നിട്ടും അവൻ വിരലുകൾ മുറിച്ചുമാറ്റി. മദ്യപാനങ്ങളിൽ വെറുതെ രസത്തിനു വേണ്ടി പിസ്റ്റൾസ് വെടിവെച്ചു. കരളിന് തകരാറുണ്ടാകില്ല എന്ന് കരുതി മദ്യപിച്ചു. അവനൊരു വിശുദ്ധനായിരുന്നില്ല. അവൻ കുന്തിരിക്കും പോലെ പുകയുന്ന താടിയും അതുപോലെ കണ്ണ് ചിമ്മാത്ത ഒരു ഉയർന്ന പ്രവർത്തനശേഷിയുള്ള കൊടുങ്കാട്ടായിരുന്നു. എല്ലാ കെട്ടുകഥകൾക്കും കീഴിൽ അവൻ മനുഷ്യനായിരുന്നുവെന്ന് മറക്കാൻ എളുപ്പമാണ്. ഭയവും തന്ത്രങ്ങളുമുള്ള ഒരു മനുഷ്യൻ. ചില നേരത്ത് ക്രൂ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പാട്ട് നിർത്താൻ അവൻ ആഗ്രഹിച്ച ദിവസങ്ങൾ. നോർത്ത് കരോലൈനയിൽ ഇന്ന് സ്കൂൾ കുട്ടികൾ ബ്ലാക്ക്ബിയർഡിൻ്റെ വീണ്ടെടുത്ത നങ്കൂരങ്ങളും പീരങ്കികളും അഭിമാനത്തോടെ പ്രദർശിപ്പിക്കുന്ന സമുദ്ര മ്യൂസിയങ്ങൾ സന്ദർശിക്കുന്നു. പ്രാദേശിക കടകളിൽ ചെറിയ പകർപ്പു കട്ലാസുകൾ, ക്വീൻ ആൻഡ്സ് റിവെഞ്ച് ടീഷർട്ടുകൾ, ടീച്ചേഴ്സ് ബേൺ പോലുള്ള പേരുകളുള്ള ഹോട്ട് സോസ് കുപ്പികൾ എന്നിവ വിൽക്കുന്നു. നഷ്ടപ്പെട്ട നിധിയുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതായി ഇപ്പോഴും അവകാശപ്പെടുന്ന ഭൂപടങ്ങൾ പോലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ചരിത്രകാരന്മാർ, കപ്പൽ മാനിഫെസ്റ്റുകൾ, കോടതി രേഖകൾ, വീണ്ടെടുത്ത പുരാവസ്തുക്കൾ, എഡ്വേർഡ് ടീച്ചിൻ്റേതായി ആരോപിക്കപ്പെടുന്ന എല്ലാ എഴുത്തുശകലങ്ങളും പരിശോധിക്കുന്നു. എന്നാൽ നിരാശാജനകമായ സത്യമെന്തെന്നാൽ അദ്ദേഹം ബ്ലാക്ക്ബിയർഡ് ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും അത്ഭുതകരമായി കുറച്ചു കാര്യങ്ങളെ അറിയാൻ കഴിയൂ. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ നിന്നുള്ളയാളാണോ അദ്ദേഹം? മിക്കവരും സമ്മതിക്കുന്നു, അതെ. പക്ഷേ ചില സിദ്ധാന്തങ്ങൾ ജമൈക്കയാണെന്ന് പറയുന്നു. എഡ്വേർഡ് ടീച്ച് എന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരായിരുന്നു. ഒരുപക്ഷെ. കുറഞ്ഞത് 4 പൊതുവായ അക്ഷരവിന്യാസങ്ങളുണ്ട്: ടീച്ച്, ടാച്ച്, ടാച്ച്, ടാച്ചെ. ഇതിൽ ഒന്നോ അതിലധികമോ അപരനാമങ്ങളായിരിക്കാം. അദ്ദേഹം റോയൽ നേവിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടോ? സാധ്യതയുണ്ട്. പക്ഷേ അവൻ്റെ പേര് ഒരു പട്ടികയിലും അവശേഷിക്കുന്നില്ല. അയാൾക്ക് ശരിക്കും 14 ഭാര്യമാരുണ്ടായിരുന്നോ? തീർച്ചയായുമില്ല. പക്ഷേ അത് ടൂർ ഗൈഡുകളോട് പറയാൻ ശ്രമിക്കുക. ആ മനുഷ്യൻ പോയി. പക്ഷേ അയാൾ ഉപേക്ഷിച്ചു പോയ ബ്ലാക്ക് ബോക്സ് ഇപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്നു. ആധുനിക കാലത്തെ ഏറ്റവും അതിശയകരമായ കണ്ടെത്തലുകളിൽ ഒന്നാണ് 2009 പുരാവസ്തു ഗവേഷകർ അദ്ദേഹത്തിൻ്റെ കപ്പലിൽ നിന്നൊരു താൽക്കാലിക നങ്കൂരം കണ്ടെത്തി. അത് ഇരുമ്പുകൊണ്ടല്ല, മറിച്ച് മരവും കല്ലും കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഒരു താൽക്കാലിക പരിഹാരം, പരുക്കനും ധൃതിയിലുമുണ്ടാക്കിയത്. പരിപക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന ദിനങ്ങളിൽ എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാക്കിയതാകാം. ആ വസ്തു പോലും വണ്ടിയും പ്രയോജനപ്രദവും പഴകമായ വസ്തുവിനെ പോലെ കൈകാര്യം ചെയ്യപ്പെടുന്നു. കാരണം അതങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു ഭാഗം, തുരുമ്പിലും ഉപ്പിലും മരവിച്ച ഒരു നിമിഷം. ഒക്രാകോക്കിലെ പ്രേതപര്യടനങ്ങൾ ഇപ്പോഴും കൊടുങ്കാറ്റുള്ള രാത്രികളിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതായി അവകാശപ്പെടുന്നു. ഇല്ല, നിലവിളിക്കുന്നില്ല. തീർച്ചയായും ചിരിക്കുന്നു. കാരണം ആരെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട തുറമുഖത്തെ ഒരു നിലവിളിക്കു പകരം ഒരു പുഞ്ചിരിയോട് വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം മാത്രമായിരിക്കും. വാമോലി പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു കഥ വെള്ളിയാഴ്ചകളിൽ ബ്ലാക്ക്ബിയർഡ് കപ്പൽ കയറ്റാൻ വിസമ്മതിച്ചതായി കരുതപ്പെടുന്നു. ഒരുപക്ഷെ അത് അന്ധവിശ്വാസമായിരിക്കാം. അല്ലെങ്കിൽ പ്രയോജനപരമായ ഒരു ദിവസം അദ്ദേഹത്തിന് തൻ്റെ പിസ്റ്റളുകൾ പോളിഷ് ചെയ്യാനും തത്തിയോട് ആക്രോശിക്കാനും അവധി ആവശ്യമായിരിക്കാം. നമുക്കത് ഒരിക്കലും അറിയാൻ കഴിയില്ല. അതാണ്
നമ്മളെ അദ്ദേഹത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. ഇത് വെറും ആക്ഷൻ ഫിഗറുകൾ ഇഷ്ടാനുസരണം നിർമ്മിക്കുന്ന ആക്ഷൻ, വാൾ പ്ലേ, താടിയൊന്നുമല്ല. അത് നിഗൂഢതയാണ്, വസ്തുതകൾക്കിടയിലുള്ള നിശബ്ദത. അത് അത്ഭുതം കൊണ്ട് നമ്മൾ നിറയ്ക്കുന്ന വിടവുകളാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക. അവൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ശരിക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരു ചിത്രവും വരച്ചിട്ടില്ല. പ്രശസ്ത ചിത്രങ്ങളെല്ലാം പതിറ്റാണ്ടുകൾക്ക് ശേഷം വരച്ച ഊഹങ്ങളാണ്. നമുക്ക് വിവരണങ്ങൾ മാത്രമേയുള്ളൂ. ഉയരമുള്ള, വിശാലമായ തോളുകൾ, ഇരുണ്ട കണ്ണുകൾ, ഭയാനകമായ. എന്നാൽ അതിനപ്പുറം അവൻ ആരെയും പോലെയും കാണിക്കാം. അവൻ ആരുമാകാം. അതുകൊണ്ടാണ് അവൻ നിലനിൽക്കുന്നത്. കാരണം ബ്ലാക്ക് ബിയർഡ് നമ്മൾ നിരന്തരം മാറ്റിയെഴുതുന്ന ഒരു കഥാപാത്രമാണ്. റോർഷാക്ക് കലാപത്തിൻ്റെ ഒരു പരീക്ഷണം. ചിലപ്പോൾ നിങ്ങൾ അവശേഷിക്കുന്ന കഥ ഏതൊരു സത്യത്തേക്കാൾ ശക്തിമാനാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നേക്കുമായി ജീവിക്കാൻ കഴിയും. ആരെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ കഥ പറയുന്നിടത്തോളം. വർഷങ്ങൾ കടൽ തീരത്തെ തിരമാലകൾ പോലെ കഴുകിക്കളയുമ്പോൾ ബ്ലാക്ക് ബിയർഡ്, ആ മനുഷ്യൻ, ആ കഥാപാത്രം, ആ ഭീഷണി, അയാൾ തുടർന്നും നിലനിൽക്കുന്നു. വെറും ധീരമായ റെയ്ഡ്സിന്റെ കഥകളിലോ ഭൂതപ്രേത കഥകളിലോ മാത്രമല്ല, മറിച്ച് കോഫിയോടൊപ്പം കുറച്ചു കുഴപ്പങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സമൂഹങ്ങളുടെയും സാംസ്കാരിക രക്തധമനികളിൽ. അയാൾ കടൽക്കൊള്ളയേക്കാൾ വലിയൊരു കാര്യത്തിന്റെ ഭാഗമായി മാറുന്നു. അയാൾ എതിർപ്പിന്റെ നിഴലായി മാറുന്നു. കടൽ തീരങ്ങളിലും ഓർമ്മകളിലും മഞ്ഞുപോലെ അയാൾ പടരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ചരിത്രകാരന്മാർ അവരുടെ കാഴ്ചപ്പാട് മാറ്റുന്നു. രക്തദാഹിയായൊരു കുറ്റവാളിയെ മുദ്രകുത്തുന്നതിനു പകരം പണ്ഡിതന്മാർ അവന്റെ ലോകം പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യങ്ങൾ, കൊളോണിയൽ അത്യാഗ്രഹം, അക്രമവും അവസരവും കൊണ്ട് സ്പന്ദിക്കുന്ന കടൽവഴികൾ. ആ ചുഴലിക്കാറ്റിൽ ബ്ലാക്ക് ബിയർഡ് ഒരു രാക്ഷസനെ പോലെയല്ല, ഒരു കണ്ണാടി പോലെയാണ് കാണപ്പെടുന്നത്. സാമ്പത്തിക സന്ദർഭം നോക്കിയാൽ 1700കളുടെ ആരംഭം ഒരു കുഴപ്പമായിരുന്നു. യൂറോപ്യൻ ശക്തികൾ എപ്പോഴും യുദ്ധത്തിലായിരുന്നു. നാവികർക്ക് കുറഞ്ഞ വേതനം, അമിത ജോലി, സമാധാന ഉടമ്പടികളിൽ ഒപ്പുവച്ച് യുദ്ധം അവസാനിച്ചാൽ അവരിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടു. പലരും കൊള്ളക്കാരായി മാറിയത് ദുഷ്ടത കൊണ്ടല്ല, മറിച്ച് ആവശ്യകത കൊണ്ടായിരുന്നു. കപ്പലുകൾ എല്ലായിടത്തുമുണ്ടായിരുന്നു. പഞ്ചസാര, സ്വർണം, സുഗന്ധവ്യഞ്ജനങ്ങൾ, നിരാശരായ ആളുകൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു ഈ കുഴപ്പത്തിൽ. ബ്ലാക്ക് ബിയർഡ് പൊങ്ങിക്കിടക്കുക മാത്രമല്ല, അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. ഒരു കപ്പലിനും ഒരു അതിർത്തിക്കും ഒരു പൈക്കിനും അത് മായ്ക്കാൻ കഴിയാത്ത വിധത്തിൽ അവിസ്മരണീയമായൊരു ഐഡന്റിറ്റി അദ്ദേഹം നിർമ്മിച്ചു. ആധുനിക ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, ബ്ലാക്ക് ബിയർഡ് എന്നെങ്കിലും എന്നേക്കുമായി വിരമിക്കാനുദ്ദേശിച്ചിരുന്നോ, അല്ലെങ്കിൽ ബാത്തിൽ അദ്ദേഹം ആ രാജകീയ മാപ്പ് സ്വീകരിച്ചപ്പോൾ അത് യഥാർത്ഥ പരിഷ്കാരമായിരുന്നോ, അതോ തന്ത്രപരമായൊരിടവേളയായിരുന്നോ? ചിലർ അദ്ദേഹം ക്ഷീണിതനാണെന്ന് പറയുന്നു. മറ്റു ചിലർ അദ്ദേഹം സമയം വാങ്ങുകയാണെന്ന് വിശ്വസിക്കുന്നു. നിയമപരമായ കള്ളക്കടത്തുകാരുടെ സിംഹാസനത്തിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് സ്ഥാപിക്കുകയായിരുന്നുവെന്ന് ചിലർ വാദിക്കുന്നു. നമുക്കൊരിക്കലും വ്യക്തമാകില്ല. പക്ഷേ ഒരു കാര്യമറിയാം, മറ്റു കടൽ കൊള്ളക്കാർ അവ്യക്തതയിലേക്ക് മങ്ങിയപ്പോൾ ബ്ലാക്ക് ബിയർഡ് ക്വീൻ ആൻസ് റിവെഞ്ചിൽ കാലുകുത്തിയ നിമിഷം മുതൽ ഒരു കെട്ടുകഥയിൽ ഉറച്ചുനിന്നു. ആ കപ്പൽ തന്നെ. നമുക്ക് അതിനെക്കുറിച്ച് അവസാനമായി സംസാരിക്കാം. അതിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ച മുങ്ങൽ വിദഗ്ധർ വിചിത്രമായ വിശദാംശങ്ങൾ കണ്ടെത്തി. ഫ്രഞ്ചു നിർമ്മിത പീരങ്കികൾ, ലാ കോൺകോർഡ് എന്ന പഴയ ജീവിതത്തിൽ നിന്നുള്ളതാകാം. സംരക്ഷിച്ച കയറുകൾ, പ്ലോട്ട് കോഴ്സുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരപൂർവ നാവിഗേഷൻ ഡിവൈഡർ. ഇവ വെറും യുദ്ധ ആയുധങ്ങളായിരുന്നില്ല. അവ കാഴ്ചപ്പാടിന്റെയും വൈദഗ്ധ്യത്തിന്റെയും ഉപകരണങ്ങളായിരുന്നു. ബ്ലാക്ക് ബിയർഡ് കടൽ കൊള്ളക്കാരുടെ കളി മാത്രമല്ലായിരുന്നു, വളരെ പ്രത്യേകമായ മറ്റൊരു നാടകവും കൂടി സംവിധാനം ചെയ്യുകയായിരുന്നു. വാസ്തവത്തിൽ ചില പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഒരിക്കലും സ്വയം ബ്ലാക്ക് ബിയർഡ് എന്ന് വിളിച്ചിരുന്നില്ല എന്നാണ്. മറ്റുള്ളവർ അദ്ദേഹത്തിന് നൽകിയ പേര് അതായിരുന്നു. രേഖകളിൽ ക്ലാർക്കിന്റെ അക്ഷരവിന്യാസത്തെ ആശ്രയിച്ച് അദ്ദേഹം എപ്പോഴും എഡ്വേർഡ് ടീച്ച് അല്ലെങ്കിൽ താച്ച് ആയിരുന്നു. ബ്ലാക്ക് ബിയർഡ് ആ കാലത്തെ കടൽ കൊള്ളക്കാരുടെ രാജാവായിരുന്നില്ല. ഗെയിം ഏറ്റവും നന്നായി കളിച്ച കടൽ കൊള്ളക്കാരൻ മാത്രമായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹം ആഗോള പ്രശസ്തനാണ്. നോർത്ത് കാരോളിനയിൽ ബ്ലാക്ക് ബേർഡിന്റെ പ്രതിമകളും ബ്രിസ്റ്റലിൽ ചുവർച്ചിത്രങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ കപ്പലിന്റെ ഒരു പകർപ്പ് ബ്യൂഫോർട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ സ്കൂൾ കുട്ടികൾ ഫീൽഡ് ട്രിപ്പുകൾ നടത്തുകയും
ബാലസ്റ്റ് കല്ലുകളെക്കുറിച്ചും ബോർഡിംഗ് പാർട്ടികളെക്കുറിച്ചും പഠിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരിലൊരു ബിയർ പോലുമുണ്ട്. സ്വാഭാവികമായും പുക നിറഞ്ഞ ഒരു ഇരുണ്ട സ്റ്റൗട്ട്. അതിജീവിക്കാൻ ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു കാര്യം ഒരു കത്താണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ രേഖയിൽ, പക്ഷേ ബ്ലാക്ക് ബിയർഡ് തന്നെ ഒപ്പിട്ടതായിരിക്കാം, ലണ്ടനിലെ ഒരു കളക്ടറുടെ ആർക്കൈവുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അത് അതിശയോക്തിപരമല്ല. തീയോ വാളോ ഇല്ല. അത് കടലാസിലെ മഷി മാത്രമാണ്. മറ്റേതൊരു മനുഷ്യൻ എഴുതുന്നത് പോലത്തെ വാക്കുകളും. ആ നിമിഷങ്ങളിൽ അയാൾ ഒരു പ്രേതമല്ല, ഒരു വ്യക്തിയായി തീരുന്നു. ഉപ്പിട്ട മാംസം കഴിക്കുകയും ഇരമ്പുന്ന കാറ്റിൽ ആജ്ഞകൾ നൽകുകയും അടുത്തതായി ആരാണ് തന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്ത ഒരാളായി. യഥാർത്ഥ ബ്ലാക്ക് ബിയർഡ് പ്രേതങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അയാൾ വിട്ടുപോയ ലോകം അയാളുടെ കാര്യത്തിൽ പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു വിചിത്രമായ ആധുനിക ട്വിസ്റ്റ് എന്തെന്നാൽ AI ജനറേറ്റഡ് ഇമേജസും ഡീപ്പ് ഫേക്ക് വീഡിയോസും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ചരിത്ര വ്യക്തികളെ പുനഃസൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ബ്ലാക്ക് ബിയർഡിനെയും AI ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. തിളങ്ങുന്ന കണ്ണുകൾ, മിന്നുന്ന താടി ഫ്യൂസുകൾ, എപ്പോഴും നിലനിൽക്കുന്ന ആ പുഞ്ചിരി എന്നിവയാൽ ഡിജിറ്റൽ രൂപത്തിൽ പോലും അദ്ദേഹം വ്യത്യസ്തനായിരിക്കുന്നു. ഇതൊരു വിചിത്രമായ ചോദ്യമുയർത്തുന്നു. ബ്ലാക്ക് ബിയർഡ് ഇതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഉത്സവങ്ങൾ, ഫാൻ ഫിക്ഷനുകൾ, ടിക്ടോക്കുകൾ. അദ്ദേഹം ചിരിച്ചേക്കാം, അദ്ദേഹം കണ്ണുകൾ ഉരുട്ടിയേക്കാം. നിങ്ങളുടെ പോക്കറ്റിൽ റമ്മുണ്ടോ അതോ അദ്ദേഹത്തിന്റെ ഇതിഹാസത്തിൽ നിങ്ങൾ ആവേശഭരിതനാണോ എന്ന് അദ്ദേഹം ചോദിച്ചേക്കാം. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാകും. അതിനുപരി പ്രതിഫലത്തിനായി സ്വന്തം താടിക്ക് തീ കൊളുത്തിയൊരു മനുഷ്യനായിരുന്നു അയാൾ. കടലിൽ അതിജീവിക്കണമെങ്കിൽ ഷോ ഓഫായിരുന്നു പ്രധാനം. ആദ്യത്തെ പീരങ്കി വെടിവെക്കുന്നതിന് വളരെ മുൻപ് തന്നെ ആളുകളെ ഭയപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം നാടകീയമായിരുന്നു, അതിലുപരി അയാളുടെ ജീവിതവും. പക്ഷേ മരണാനന്തര ജീവിതമോ അത് അനന്തമാണ്. സ്വർണത്തിലല്ല, അസ്ഥികളിലല്ല, പക്ഷേ മനസ്സിലാണ്. വാസ്തവത്തിൽ അതുമാത്രമല്ലേ എന്നേക്കും നിലനിൽക്കുന്ന ഒരേയൊരു നിധി. ഇപ്പോൾ ബ്ലാക്ക് ബിയർഡ് തന്റെ കപ്പലിന്റെ ഡെക്കുകൾക്കും തന്റെ കാലഘട്ടത്തിലെ നിഴലുകൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. അദ്ദേഹം നാടോടി കഥകൾ, ചരിത്രം, വില്ലൻ, കോമഡി, ദുരന്തം, വ്യാപാരം എല്ലാം ഒറ്റയടിക്കായി മാറിയിരിക്കുന്നു. 300 വർഷങ്ങൾക്ക് ശേഷവും തന്റെ പേര് പ്രതിധ്വനിക്കുമെന്നൊരിക്കലും സങ്കൽപ്പിക്കാത്ത ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു അനായാസമായ അമരത്വം കൈവരിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും വിചിത്രമായ വഴിത്തിരിവ് അതായിരിക്കാം. വായിക്കാനോ എഴുതാനോ അറിയാത്ത എഡ്വേർഡ് ടീച്ച് സമുദ്രചരിത്രത്തിലെ മനുഷ്യരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടവരിൽ ഒരാളായി മാറി. സ്വന്തം കാലത്ത് അദ്ദേഹം ഒരു ശല്യക്കാരനായിരുന്നു. സാമ്രാജ്യങ്ങൾക്കൊരു ശല്യക്കാരൻ. വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ഗവർണർമാരെ ലജ്ജിപ്പിക്കുകയും ചെയ്ത ഒരു തെമ്മാടി. എന്നാൽ ഇന്ന് അദ്ദേഹം അതിലും എത്രയോ വലുതാണ്. അദ്ദേഹം അടക്കാനാവാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. കുഴപ്പമുള്ള, അപകടകാരിയായ, എന്നാൽ നിഷേധിക്കാനാവാത്ത കാന്തികത. അതിനുശേഷം എല്ലാ കടൽക്കൊള്ളക്കാരും അദ്ദേഹത്തോട് താരതമ്യപ്പെടുത്തുന്നു. തീർച്ചയായും മറ്റുള്ളവർക്ക് അവരുടേതായ നിമിഷങ്ങളുണ്ടായിരുന്നു. കാലിക്കോ ജാക്കിന് ഫാഷൻ സെൻസ് ഉണ്ടായിരുന്നു. ചാൾസ് വെയിന് കോപമുണ്ടായിരുന്നു. ആൻ ബോണിക്ക് തീജ്വാലയുണ്ടായിരുന്നു. എന്നാൽ അവരാരും ഇത്രയും വലിയ പാത പിന്തുടർന്നില്ല. ആധുനിക പൈററ്റ് സിനിമകൾ പോലും പലപ്പോഴും ബ്ലാക്ക് ബിയർഡിന്റെ പ്രതിച്ഛിമ്പയിൽ നിന്ന് നേരിട്ട് കടമെടുക്കുന്നു. താടി, സ്ലോ മാച്ച് ഫ്യൂസുകൾ, അഗ്നിപർവ്വതം പോലെയുള്ള നോട്ടം വരെ. ഡിസ്നിയുടെ കാരിക്കേച്ചറുകളിലായാലും അല്ലെങ്കിൽ കൂടുതൽ ഇരുണ്ടതും യാഥാർത്ഥ്യവുമായ കഥാപാത്രത്തെയും നിർമ്മിക്കുമ്പോൾ അദ്ദേഹമാണ് ബ്ലൂ പ്രിന്റ്. കാരോലൈനിലെ ഓക്കരക്കോക്ക് ദ്വീപിനെ നമുക്ക് മറക്കാതിരിക്കാം. അവന്റെ അവസാന വിശ്രമസ്ഥലം ശരീരത്തിലോ ആത്മാവിലോ നമുക്കറിയില്ല. അവന്റെ ഭൂതത്തിന്റെ അവകാശത്തിലേക്ക് അവർ യാഥാർത്ഥ്യത്തിൽ ചായുകയാണ്. ബ്ലാക്ക് ബിയർഡിന്റെ പൈററ്റ് ജാംബുരി ഉത്സവം എല്ലാ വർഷവും നടക്കുന്നു എന്നവയോടൊപ്പം ഒരുപാട് കോട്ടുകൾ ധരിച്ച മനുഷ്യരെയും കാണാം. 1710കളിലേക്ക് തിരിച്ചുപോയതുപോലെ. സന്ധ്യയ്ക്ക് തൊട്ടുപിന്നാലെ സ്പ്രിങ്ങേഴ്സ് പോയിന്റിനടുത്തുള്ള തീരത്ത് നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ പിന്നിൽ മണലിൽ കാലടി ശബ്ദങ്ങൾ കേൾക്കാമെന്നാണ്. ഒരു ക്രഞ്ച് ശബ്ദമല്ല, വെറുതെ തലോടുന്ന പോലെ. മെല്ലെ, ഭാരമുള്ള. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. തീർച്ചയായും അത് വെറും കാറ്റാണ്. അല്ലെങ്കിൽ വെള്ളം. ഒരു പക്ഷേ. ചരിത്രകാരന്മാർ ഇപ്പോഴും ബ്ലാക്ക് ബിയർ എന്ന കടൽ കൊള്ളക്കാരൻ എന്തുതരം മനുഷ്യനായിരുന്നു എന്നതിനെക്കുറിച്ച് വാദിക്കുന്നു.
അദ്ദേഹം ക്രൂരനോ യുക്തിവാദിയോ ആയിരുന്നോ? ഒരു ക്രൂരനോ തന്ത്രജ്ഞനോ ആയിരുന്നോ? അദ്ദേഹം അധികാരത്തിലൂടെയോ മിഥ്യയിലൂടെയോ ഭരിച്ചോ? സത്യം പറഞ്ഞാൽ അദ്ദേഹം അതെല്ലാമായിരുന്നു. എപ്പോൾ ഭയപ്പെടുത്തണം, എപ്പോൾ വശീകരിക്കണം, എപ്പോൾ പ്രകടനം നടത്തണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പ്രതിച്ഛായയെ ആയുധമായി അദ്ദേഹം ഉപയോഗിച്ചു. ഭയം കവചമായി, കഥ പായലായി. അവസാനം അതാണ് അദ്ദേഹത്തെ ഏറ്റവും ദൂരത്തേക്ക് കൊണ്ടുപോയത്. കാരണം മിക്ക കടൽക്കൊള്ളക്കാരും ഒരിക്കലും മനസ്സിലാക്കാത്ത രഹസ്യം ഇതാണ്: കൊള്ളയടിച്ച സ്വത്ത് താൽക്കാലികമാണ്. കപ്പലുകൾ ചീഞ്ഞഴുകിപ്പോകുന്നു, പേരുകൾ പോലും മങ്ങുന്നു. പക്ഷേ കഥകളോ? കഥകൾ കാറ്റിനെയും വെള്ളത്തെയും സാമ്രാജ്യങ്ങളെയും തോൽപ്പിക്കുന്നവയാണ്. കഥകൾ ശരിയായി നിർമ്മിച്ചാൽ എന്നേക്കും സഞ്ചരിക്കുന്നു. ഇതാണ് ബ്ലാക്ക് ബിയർഡിൻ്റെ കഥയിലെ ഏറ്റവും നിലനിൽക്കുന്ന ഭാഗത്തേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ ഇപ്പോഴും കേൾക്കുന്നവർ ഇപ്പോഴും ആശ്ചര്യപ്പെടുന്നു. മൂടൽമഞ്ഞിൽ ഒരു താടിയുടെ മിന്നൽ ഇപ്പോഴും സങ്കൽപ്പിക്കുന്നു. അവൻ ഉപേക്ഷിച്ച മൃതദേഹങ്ങൾ കൊണ്ടോ അവൻ കത്തിച്ച കപ്പലുകൾ കൊണ്ടോ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ല. നമ്മളിൽ മിക്കവർക്കും ഒരിക്കലും കഴിയാത്ത വിധം ജീവിക്കാൻ അദ്ദേഹം ധൈര്യപ്പെട്ടതിനാലാണ് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത്. നിർഭയമായും നാടകീയമായും സ്വന്തം നിബന്ധനകൾക്കനുസൃതമായും അവൻ കടലിലൂടെ സഞ്ചരിക്കുക മാത്രമല്ല ചെയ്തത്, ആ നിമിഷം അവന് സ്വന്തമായിരുന്നു. പിന്നെ പൂഫ്, അവൻ അപ്രത്യക്ഷനായി. പീരങ്കിപ്പന്തകളും മുന്നറിയിപ്പു കഥകളും ബാക്കിയുള്ളവരെ അത്ഭുതപ്പെടുത്താൻ ആവശ്യമായ പുകയും അവശേഷിപ്പിച്ചു. അപ്പോൾ ഒരു വൈകുന്നേരം നിങ്ങൾ വെള്ളത്തിനരികിലെത്തിയാൽ, കാറ്റ് കൃത്യമായി വീശുകയും ദൂരെ എന്തോ മിന്നിമറിയുകയും ചെയ്താൽ വിഷമിക്കണ്ട. ഇതൊരു പക്ഷേ ഒരു കൊടുങ്കാറ്റായിരിക്കാം. ഒരു പക്ഷേ. ഇപ്പോൾ ഈ കഥയിലെ കണലുകൾ മങ്ങിവരുന്ന വെളിച്ചത്തിലേക്ക് മിന്നിമറയുമ്പോൾ നമുക്ക് കപ്പലുകളെ മൃദുലാക്കാനും നിശബ്ദമായി വീട്ടിലേക്ക് നീങ്ങാനും കഴിയും. കടലെ വീണ്ടും സങ്കൽപ്പിക്കുക. പീരങ്കിത്തീയാൽ അലറുന്നതല്ല, മറിച്ചു ശാന്തമാണ്. വെള്ളം മഷി പോലെ കറുത്തതാണ്. ചന്ദ്രന്റെ പ്രതിഫലനവും തീരത്തിനെതിരായ വേലിയേറ്റത്തിന്റെ മൃദുവായ നെടുവീർപ്പ് മാത്രം ഇളകുന്നു. ബ്ലാക്ക് ബിയർഡിന് അറിഞ്ഞിരുന്ന ലോകം, മൂടൽമഞ്ഞു പൊതിഞ്ഞ ഉൾക്കടലുകൾ, വിളക്കുകൾ കത്തിച്ച മദ്യശാലകൾ, മസ്കറ്റിൽ നിന്നും താടിയിൽ നിന്നും ഒരുപോലെ ഒഴുകുന്ന പുകയും, ഇതെല്ലാം നിശബ്ദതയിൽ ലയിക്കുന്നു. ആർപ്പുവിളികളോ കട്ലാസുകളുടെ ഏറ്റുമുട്ടലുകളോ ഇല്ല. സമുദ്രത്തിൻ്റെ സ്ഥിരവും താളാത്മകവുമായ ശ്വാസോച്ഛ്വാസം മാത്രം അവശേഷിപ്പിക്കുന്നു. ഇതുപോലുള്ള കഥകളുടെ കാര്യവും അതാണ്. അവ ഇടിമുഴക്കത്തോടെ ആരംഭിക്കുന്നു, പക്ഷേ നിശ്ചലതയോടെ അവസാനിക്കുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ ആ നിശ്ചലത ശൂന്യമല്ല, അത് പ്രേതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. സ്വപ്നങ്ങളുടെ ലോകം അവസാനം നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഇടം നൽകുമ്പോൾ വരുന്ന എല്ലാ പൂർത്തിയാക്കാത്ത ചിന്തകളിലുമൂരെ. അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി എവിടെയായിരുന്നാലും, ഒരു സുഖകരമായ മുറിയിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പുതപ്പുകളുടെ അടിയിൽ സൗമ്യമായി കിടക്കുകയാണെങ്കിലും, ഇതറിയുക: നിങ്ങളൊരു ഇതിഹാസവുമായി ചരിത്രത്തിലൂടെ അലഞ്ഞു നടന്നു. നിങ്ങളൊരു പ്രേതവുമായി കപ്പലോരച്ചു, ഒരു കെട്ടുകഥയുമായി കൊടുങ്കാറ്റുകളെ ചെറുത്തു. ഒരു മനുഷ്യനേക്കാൾ കൂടുതലായി മാറിയ ഒരു മനുഷ്യനോടൊപ്പം കാൽവിരലുകൊണ്ട് നിന്നു. ബ്ലാക്ക് ബിയർഡിൻ്റെ തീ കത്തിനശിച്ചു. ഇനി നിങ്ങളുടെ സ്വന്തം ശക്തി കുറയ്ക്കാനുള്ള സമയമായി. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ശ്വാസം മങ്ങുക. കപ്പലുകളുടെയും തിരമാലകളുടെയും പ്രതിധ്വനികൾ നിശബ്ദതയിലേക്ക് മങ്ങാൻ അനുവദിക്കുക. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ നിശ്ചലരാണ്. നിങ്ങൾ വീട്ടിലാണ്.